ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ ഓരോരുത്തരെയും അടുപ്പിക്കുന്നതിന് മുഖാന്തരവുമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്, സിസ്റ്റർ റീസ ബിജു. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. റീസ, എന്തുണ്ട് വിശേഷം? കർത്താവിൽ സന്തോഷമായിരിക്കുന്നു? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൽ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഷെയർ ചെയ്യുവാനുള്ള ഒരവസരം കർത്താവ് നൽകി തന്നു. അത് അനേകർക്ക് അനുഗ്രഹവും ആശ്വാസമായി തീരട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. പ്രിയ കർത്താവേ, ദാസിയുമായി ഞങ്ങളുടെ സന്നിധാനത്തിലേക്ക് അടുത്തു വരുന്ന ഞങ്ങളുടെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ അല്പസമയം ഇരുത്തണമേ. കർത്താവേ, അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാനുള്ള ദൈവകൃപ കൊടുക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിനുള്ളിൽ ഇരുന്നു കൊണ്ടാണ് അങ്ങയുടെ മാറ്റമില്ലാത്ത ഹല്ലേലൂയ വചനവും കർത്താവ് നടത്തിയ വിധങ്ങളും പ്രസ്താവിപ്പാൻ ദാസിയെ സഹായിച്ചാട്ട്. കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരട്ടെ. അങ്ങയുടെ നാമം ഇതിലൂടെ ഉയരപ്പെടുവാനിടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഓക്കെ റീസ, എവിടെ നിന്നാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാട്ട്? എൻ്റെ പേര് റീസ ബിജു എന്നാണ്. ഞാനിപ്പം പ്രസന്റ്ലി ഞാനിപ്പോൾ ദുബൈയിലാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ ജോലി ചെയ്യുന്നു. ഞാനൊരു നേഴ്സാണ്. നേഴ്സായിട്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഓക്കെ, കർത്താവ് നടത്തിയ വിധങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കുവാൻ ഞങ്ങളെല്ലാവരും ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. അതിനായി റീസയെ കർത്താവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവത്തെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ജോയ്സ് ടി വി ത്രൂ എനിക്ക് ഒരു പ്രാവശ്യം കൂടി എൻ്റെ അനുഭവ സാക്ഷ്യം ജനങ്ങളെ എത്തിക്കാനും ഉള്ള ദൈവം എനിക്ക് ഒരുക്കിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തുതിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ പേര് റീസ ബിജു എന്നാണ്. ഞാൻ ബോൺ ആൻഡ് ബോട്ടം ആക്ച്വലി ഡൽഹിയിലാണ്. ഞാൻ മലയാളിയാണ്, പക്ഷെ ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഡൽഹിയിലാണ്. എൻ്റെ പപ്പ മമ്മി കല്യാണത്തിന് മുമ്പേ തന്നെ ഡൽഹിയിലായിരുന്നു. എനിക്ക് ഒരു അനീതിയുണ്ട്. അവളും ഇപ്പം കുടുംബമായിട്ട് ദുബൈയിലുണ്ട്. എൻ്റെ മമ്മിയും ഇപ്പം ദുബൈയിലുണ്ട്, എൻ്റെ അനീതിയുടെ കൂടെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അനുഭവസാക്ഷി നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന ഡൽഹിയിലായതുകൊണ്ട് എൻ്റെ മലയാളമൊക്കെ ഇച്ചിരി ഇതാണ്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ജനിച്ചു വളർന്ന ഡൽഹിയിലാണ്. എൻ്റെ പപ്പ മമ്മി കല്യാണത്തിന് മുമ്പേ തന്നെ അവിടെ ആയിരുന്നു. ഞങ്ങൾ ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നല്ല വന്നേക്കുന്നത്. എൻ്റെ ഡാഡി ഒരു ഹിന്ദു ആയിരുന്നു, എൻ്റെ മമ്മി ഒരു കാത്തലിക് ആയിരുന്നു. അങ്ങനെ അവര് തമ്മിൽ കണ്ട് അവര് കല്യാണം കഴിച്ചു. എൻ്റെ ഇതില് ഞാൻ കണ്ടപ്പോ തൊട്ട് ഞാൻ അങ്ങനെ ഹിന്ദുവിലോട്ട് ഞങ്ങൾ പോയിട്ടില്ല. എൻ്റെ ഡാഡി ഹിന്ദു ആയെങ്കിലും ഡാഡി എൻ്റെ കൊല്ലത്തിൽ നിന്നാണ്. എൻ്റെ ഡാഡി പേര് വി ബാബു എന്നാണ്. എൻ്റെ മമ്മിയുടെ പേര് മോലി ബാബു എന്നാണ്. ഡാഡി കൊല്ലം സൈഡിൽ നിന്നാണ് വന്നേക്കുന്നത്. പക്ഷെ മമ്മി എപ്പോഴും ഞങ്ങളെ സ്കൂളിൽ ചേർത്തപ്പോ എല്ലാം ക്രിസ്ത്യൻസിന്റെ ആ രീതിയിലാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾ ഒരിക്കലും അമ്പലത്തിൽ അങ്ങനെ പോയിട്ടില്ലെന്നല്ല, ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ പോയി അവിടെ റെഗുലർലി അമ്പലത്തിൽ പോയി പൂജിക്കണം അങ്ങനെ ഒന്നും സംഭവങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടില്ല. മമ്മി എപ്പോഴും പള്ളി പോകണം, അല്ലെങ്കിൽ പള്ളി പോകണം എന്ന് പറഞ്ഞാൽ കാത്തലിക്സിന്റെ പള്ളി പോകണം, പോയി പ്രാർത്ഥിക്കണം, ക്യാൻഡിലൊക്കെ കത്തിക്കണം, അങ്ങനെയൊക്കെ മമ്മി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് അത്രയ്ക്ക് നല്ലതൊന്നും അല്ലായിരുന്നു. ബിക്കോസ് എൻ്റെ ഡാഡി ഒരു ആൽക്കഹോളിക് ആയിരുന്നു, ഭയങ്കരമായിട്ട് കുടിക്കുമായിരുന്നു. അങ്ങനെ വലിയ കാര്യമായിട്ട് ജോലിക്കൊന്നും പോകത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിച്ചാണ് ഞങ്ങൾ വളർന്നു വന്നത്. ഡാഡിയുടെ
ഡാഡി ആസ് എ ഹ്യൂമൻ ബീങ് ഹീസ് ഡാഡി നല്ല ഒരു മനുഷ്യനാണ്. പക്ഷെ ഒരാൾ കുടിക്കുമ്പം അത് വേറെ ഒരാളായി മാറുമെന്ന് പറയുന്ന പോലെ എന്റെ ഡാഡി ഭയങ്കരമായിട്ട് കുടിക്കും, ചീട്ട് കളിക്കും, അങ്ങനെയൊക്കെ വലിയ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കൊച്ചിലെ നാൾ തൊട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു 5-6 വയസ്സായപ്പോ തൊട്ട് ഞാൻ ഓൾറെഡി മെച്ചുവർ ആയി. മീൻസ് എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും, മമ്മിയുടെ ബുദ്ധിമുട്ടുകൾ അറിയാൻ പറ്റും. അനീത്തിയൊക്കെ എന്നെക്കാട്ടി, ഞാനും അനീത്തി 6 വയസ്സത്തെ ഡിഫറൻസ് ആണ്. അപ്പൊ അവള് കുഞ്ഞതാണ്. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങള്, വേദനകൾ ഒത്തിരി സഹിച്ചു. ഒരു 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 പിള്ളേരുടെ ജീവിതം, എല്ലാരും പറയും അവർക്ക് അവരുടെ അവരുടെ ചൈൽഡ്ഹുഡ് പിന്നെ കിട്ടിയാലും നല്ലതായിരിക്കും എന്ന് പറയും. പക്ഷെ ഞാൻ പറയും എനിക്ക് വേണ്ട, എനിക്ക് ആ ചൈൽഡ്ഹുഡ് വേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് ഞങ്ങൾ അതുപോലെ ബുദ്ധിമുട്ടി. ഞാൻ പറയാം, മമ്മി ഞങ്ങള് പ്രാർത്ഥനയിൽ എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മാസത്തിൽ കാത്തലിക് പള്ളി എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഡൽഹിയിൽ താമസിച്ചുകൊണ്ടിരുന്ന അവിടെ നിന്ന് ഒത്തിരി ദൂരെ ഉണ്ടായിരുന്നു. അപ്പൊ മമ്മി ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം, 2 മാസത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ പോകുന്നു. ജസ്റ്റ് മാസ് അറ്റൻഡ് ചെയ്യുന്നു, കാൻഡിൽ കത്തിക്കുന്നു, വരുന്നു. പിന്നെ വൈകിട്ട് മമ്മി പറയും മദർ മേരിയുടെ അവിടെ കാൻഡിൽ കത്തിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അത്രേ ഉള്ളായിരുന്നു. യേശുവിനെ ഞങ്ങൾ ആ സമയത്ത് ഞാൻ അങ്ങനെ കാര്യമായിട്ട് അറിയുന്നില്ലായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഏതോ ഒരു TV നകത്ത് എന്തോ കണ്ടപ്പോ പേടിച്ചിട്ട് എനിക്ക് രാത്രി ഉറക്കം വരുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോ അന്ന് ഞാൻ കുഞ്ഞതാണ്. മമ്മി അന്ന് ആ മമ്മി എന്നോട് പറയുന്നത്, യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കണം, നീ തന്നെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്നാണ് ഞാൻ ആ 2 വാക്ക് പ്രാർത്ഥിച്ചത്. അന്ന് ഞാൻ നല്ലതായിട്ട് ഉറങ്ങി. അന്നാണ് എൻ്റെ മനസ്സിൽ ഒരു വിശ്വാസം വന്നേ. ദൈവം ആരോ ഉണ്ടെന്ന് പറഞ്ഞ ഒരു വിശ്വാസം. ഞാൻ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞ ആ കൊച്ചന്റെ മനസ്സുണ്ടല്ലോ, ആ എന്റെ മനസ്സിൽ കയറിയ അന്നാണ് എന്റെ മനസ്സിൽ കയറിയ ആരോ ഉണ്ടെന്ന്, എന്നെ കേൾക്കാൻ ഒരാളുണ്ടെന്ന് അന്നാണ് എനിക്ക് വെളിപ്പെടുത്ത്. പിന്നെ ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ, മമ്മി കാത്തലിക് ആണ്. മമ്മിക്ക് ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ബെന്തിക്കോസ് ചർച്ച് ഉണ്ടായിരുന്നു, FGC എന്ന് പറഞ്ഞ്. അവിടെ ഞങ്ങളുടെ PK സാൻകുട്ടി പാസ്റ്റർ എന്ന് പറയുമ്പോൾ അങ്കിളും ആന്റിയും ഉണ്ടായിരുന്നു. അവര് പല പ്രാവശ്യം അന്ന് മമ്മിയെ വിളിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടപ്പോ തൊട്ട് മമ്മിയെ വിളിച്ചിട്ടുണ്ട്, ഇവിടെ പള്ളിയിൽ വാ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ മമ്മിക്ക് അങ്ങനെ ബെന്തിക്കോസിൽ പോകാനൊക്കെ അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ ഉണ്ടായാലും മമ്മിക്ക് അങ്ങോട്ട് പോകാൻ ഒരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. എൻ്റെ അനീത്തി ജനിച്ചതിന്റെ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ മമ്മിക്ക് ഒരു ടൈഫോയിഡ് വന്നപ്പോഴത്തേനും മമ്മി മരിക്കാറായി. മമ്മിക്ക് ഒന്നും പറ്റത്തില്ലായിരുന്നു. മമ്മി മരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഭയങ്കര സിവിയർ ആയിരുന്നു, സീരിയസ് ആയിരുന്നു മമ്മി. അന്ന് എൻ്റെ ഡാഡി എവിടെയായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ അനിയത്തി ആണെങ്കിൽ 2 മാസം ആയതേ ഉള്ളായിരുന്നു. പിന്നെ ഡാഡി ആ സമയത്ത് ഇല്ലായിരുന്നെന്ന് തോന്നി. എവിടെയാണെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. അത് കഴിഞ്ഞപ്പം ഞങ്ങളന്ന് റെന്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ റെന്റിലുള്ള ഞങ്ങളുടെ ഓണേഴ്സ് ആയിരുന്നു ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതും എന്നെ സ്കൂളിൽ വിടുന്നതും ഒക്കെ. പിന്നെ മമ്മി ജോലി ചെയ്തതിന്റെ ഈ കെട്ടന്മാരുണ്ടല്ലോ, സർദാർജീസ്, അവരുടെ എവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ട്. അപ്പൊ അവര് വരും, എല്ലാം വൈകിട്ട് വരും, മമ്മിക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവരും. പക്ഷെ മമ്മി ഭയങ്കര സീരിയസ് ആയിരുന്നു. രക്ഷപ്പെടുമെന്ന് തോന്നത്തില്ലായിരുന്നു. അങ്ങനെ അവര് ഞങ്ങളെ പിടിച്ചുകൊണ്ട്, ഞങ്ങൾ 2 പെൺപിള്ളാരല്ലേ, എപ്പോഴും അവരോട് പറയുമായിരുന്നു, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ എൻ്റെ പിള്ളേരെ നിങ്ങൾ നോക്കുവോ, എന്തുവാന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഞങ്ങളെ എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ. അപ്പൊ അവര് പറയാം, നീ എന്തെങ്കിലും പേടിക്കണ്ട, ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ഇവരെ വളർത്തിക്കോളാം, കുഴപ്പമൊന്നുമില്ല, നിനക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി അന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവമേ, എനിക്ക് ദൈവം വിടുതൽ തരുവാണെങ്കിൽ ഞാൻ ഇത് സ്നാനം എടുത്തോളാം, ഞാൻ പള്ളിയിൽ പോവാം എന്നൊക്കെ പറഞ്ഞു മമ്മി പറഞ്ഞതാ. അതിപ്പോ തന്നെ ദൈവം മമ്മിക്ക് വിടുതൽ തന്നു. മമ്മി ഓക്കെ ആയി വന്ന് എല്ലാം ഓക്കെ ആയപ്പോഴത്തേന് പിന്നെ മമ്മി മറന്നുപോയി. പിന്നെ മമ്മി പോയില്ല. മമ്മി പറഞ്ഞു, ആരും കേട്ടില്ലല്ലോ, അതുകൊണ്ട് മമ്മി പിന്നെ പോയിട്ടില്ല. അങ്ങനെ ലൈഫ് പിന്നെയും പോയി. കഷ്ടങ്ങള്, ഭാരങ്ങള്, പ്രയാസങ്ങള് എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം എൻ്റെ മമ്മിയുടെ അനിയനും അനിയത്തിയും വിശ്വാസത്തിലായിരുന്നു. അനിയൻ ആണ് ആദ്യം വിശ്വാസത്തിൽ പോയത്. 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേനാണ് ബൈബിൾ സ്കൂളിൽ തന്നെ പഠിക്കാൻ പോയത്.
അപ്പം ആ അങ്കിൾ കുടുംബത്തോട് ദുബായിലുണ്ടായിരുന്നു. അപ്പൊ അവര് ഡൽഹി വന്നിട്ടുണ്ടായിരുന്നു, ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോഴത്തേനും ഒരു കൺവെൻഷന് മമ്മിയെ ഞങ്ങൾ എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് അങ്കിൾ പോയി. അന്ന് തൊട്ട് പിന്നെ മമ്മി അന്ന് കൺവെൻഷനിൽ പോയപ്പോ ആണ് മമ്മി പിന്നെ തീരുമാനം എടുത്ത് ഞാൻ ഇനി ഇവിടെ പള്ളിയിൽ പോവും, ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് സ്നാനപ്പെടുമെന്ന് പറഞ്ഞ് അന്ന് പോയി. അന്ന് ഞങ്ങള് ആദ്യമായിട്ടാണ് പിന്നെ ഞങ്ങൾ പാസ്റ്ററങ്ങളൊക്കെ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി. ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് പള്ളി, ഞങ്ങൾക്ക് നടന്നു പോകാൻ ഒരു 5 മിനിറ്റേ ഉള്ളൂ. അപ്പത്തേന് പിന്നെയാണ് ഞങ്ങൾ FGC ജഗാടൻ ചർച്ചിൽ പോവാൻ തുടങ്ങിയത്. അവിടെ പോവാൻ തുടങ്ങിയപ്പോഴാണ് വിശ്വാസം എന്തുവാണ്, ദൈവം എന്തുവാണെന്ന്, വചനം എന്തുവാണ് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. അവിടെ തൊട്ട് ഞങ്ങൾ സൺഡേ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്, ദൈവത്തിന്റെ വചനം പഠിക്കാൻ തുടങ്ങിയതും വിശ്വാസം അന്ന് തൊട്ടാണ് എന്റെ വിശ്വാസം കൂടിയതും. എനിക്ക് ആരോ ഉണ്ടെന്നൊരു തോന്നൽ വന്നതും. ബിക്കോസ് ലൈഫ് അത്രയ്ക്ക് നല്ലതൊന്നും അല്ല. ബിക്കോസ് ഞങ്ങൾ റെന്റിലാണ് താമസിക്കുന്നത്. ഡാഡി ആണെങ്കിൽ ജോലിക്കും പോകത്തില്ലായിരുന്നു, കള്ളു കുടിക്കുമായിരുന്നു. ഞങ്ങൾക്ക് മമ്മി മാത്രമായിരുന്നു ജോലിക്ക് പൊക്കോണ്ടിരുന്നത്. അപ്പം ഭയങ്കര പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ദൈവം അതെല്ലാം നേരിടാനുള്ള കൃപ എന്റെ മമ്മിക്ക് നൽകി. ബിക്കോസ് ഞങ്ങൾ കുഞ്ഞായിരുന്നു, പക്ഷെ എന്റെ മമ്മിക്ക് നൽകി. ഇത്രയും ബുദ്ധിമുട്ടുകൾ 2 പിള്ളേരെയും പഠിപ്പിക്കാനും ഡൽഹിയിൽ പഠിപ്പിക്കാനും ഇതെല്ലാം ഉള്ള കൃപ മമ്മി സ്നാനപ്പെട്ടുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പം ദൈവം അത്രയ്ക്കുള്ള കൃപ നൽകിയതും, എല്ലാം ചെയ്യാനും നോക്കാനും ഉള്ള കൃപ നൽകിയതും. അതുകൊണ്ട് മമ്മിയെ നല്ല രീതിയിൽ ഞങ്ങളെ പഠിപ്പിച്ചു. അത് പക്ഷെ എന്റെ ഡാഡിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കള്ളുകൂടി ആണെങ്കിലും ഒരിക്കലും ഡാഡി ഞങ്ങളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടില്ല, നിങ്ങൾ പള്ളി പോവല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ മാത്രം പോകണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വേറെ കുടുംബത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സാക്ഷ്യം, അവർ പെട്ടെന്ന് ബെന്തിക്കോസിലോട്ട് പോകുമ്പോൾ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അങ്ങനെ ഭയങ്കര പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. പക്ഷെ ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്റെ ഡാഡി ഈവൻ ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഡാഡി ഒന്നും ചെയ്തില്ലെങ്കിലും, ആരാധിച്ചില്ലെങ്കിലും, ഒന്നും ചെയ്തില്ലെങ്കിൽ, പക്ഷെ ഞങ്ങൾ 2 പേരെ, എന്നെ അനിയത്തിയിലൊക്കെ പോയി രാവിലെ സൺഡേ ആകുമ്പോൾ രാവിലെ എണീച്ച് വരും, പിള്ളേരെ இன்னைக்கு സൺഡേ സ്കൂളിൽ പോകണ്ടേന്ന് പറഞ്ഞ് ഞങ്ങൾ സൺഡേ സ്കൂളിൽ വിടുമായിരുന്നു, പ്രാർത്ഥനയ്ക്ക് വിടുമായിരുന്നു. അങ്ങനെ ഒരു നല്ല കാര്യങ്ങൾ, നല്ല ഒരു ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഭീഷണിയോ അങ്ങനെ അതൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ദൈവത്തെ പോയി ആരാധിക്കാം, പള്ളിയിൽ പോവാം, സൺഡേ സ്കൂളിൽ പോവാം, എല്ലാ കാര്യങ്ങൾ ക്രിസ്തുവിലുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യാം. എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കൊച്ചിലെ തൊട്ട് ഒരു ഹിന്ദു ദേവതയുടെ ഏതെങ്കിലും ഫോട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് മമ്മി കേട്ടിട്ടുമില്ല. പിന്നെ അങ്ങനെ ഡാഡിക്ക് പിന്നെ അങ്ങനെ വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഡാഡി പിന്നെ ഞങ്ങളിങ്ങനെ വിശ്വാസത്തോടെ ഇങ്ങനെ മുമ്പോട്ട് പോയി. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോണ്ടിരുന്നു. എല്ലാം നല്ലതാണ്. പക്ഷെ വീട്ടില് ഒരു ഡാഡിയുടെ ഒരു സാന്നിധ്യം, അപ്പന്റെ ഒരു ഡാഡി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും എവിടെയെങ്കിലും പോകണമെങ്കിലോ, സ്കൂളിൽ പോകണമെങ്കിലോ, ഫംഗ്ഷനിൽ പോകണമെങ്കിലോ ഞാനും എന്റെ അനീതിയും മമ്മി മാത്രമേ കാണത്തുള്ളായിരുന്നു. ഞങ്ങൾ വേറെ വീട്ടിൽ പോയാലും അവിടെ അപ്പനും അമ്മയും പിള്ളേരും ഉള്ള ഇടപെടുമ്പോഴത്തേന് നമുക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ എല്ലാം വിഷമമായിരുന്നു. പക്ഷെ എന്തായാലും ഞാൻ എപ്പോഴും വന്ന് എന്റെ അപ്പനോട് പറയുമായിരുന്നു, മീൻസ് എന്റെ കർത്താവിനോട്. അന്ന് തൊട്ട് ഞാൻ വിചാരിച്ചു ഇനി ദൈവമായിരിക്കും എന്റെ അപ്പൻ, വേറെ ആരോടും ഞാൻ എന്റെ ഒരു കാര്യങ്ങൾ ഞാൻ പങ്കെടുക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അതുകൊണ്ട് ഏത് ചെറിയ കാര്യമായാലും ഞാൻ ദൈവത്തോട് വന്ന് പറയുമായിരുന്നു, യേശുപ്പിച്ചാ ഞാൻ ഇത് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ്, ഇത് ശരിയാണോ തെറ്റാണോ, എല്ലാ കാര്യങ്ങൾ ഞാൻ ദൈവത്തോട് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ല, ഞാൻ നോർമലി എനിക്ക് എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടിരിക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ആ ദൈവത്തിന്റെ കൃപ, ദൈവം പിന്നെ കൊച്ചിലെ തൊട്ട് പിന്നെ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ കൊച്ചിലെ തൊട്ട് ഉപസിക്കാൻ തുടങ്ങി. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ആണെങ്കിലും ഞാൻ ഉപസിക്കാൻ തുടങ്ങി. ഞാൻ പപ്പ എന്റെ ഡാഡിയുടെ കള്ളുകൂടി മാറണേന്ന് പറഞ്ഞ് ഞാൻ ഉപസിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ എല്ലാം ഫ്രൈഡേയില് സ്കൂളിൽ പോവുകയാണെങ്കിലും ഞാൻ ഉപസിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ +2 വരെ എത്തി. +2 വരെ എത്തിയപ്പോഴത്തേനും പിന്നെ എന്നെ അവർ നഴ്സിംഗ് സ്കൂളിലോട്ട് വിട്ടു. +2 കഴിഞ്ഞപ്പോഴത്തേനെ ഞാൻ നിർത്തി. ഞാൻ ഇനി പഠിക്കാനൊക്കെ പോവല്ലേ, ഞാൻ ഉപസിക്കാൻ നിർത്തി. ഡാഡി ഇനി ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഡാഡി പിന്നെ പയ്യെ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിലൊക്കെ ഞങ്ങളുടെ വരാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ എന്നാലും കള്ളുകൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മമ്മി എന്നെ ഞങ്ങൾ
2004 ഞാൻ +2 കഴിഞ്ഞ് ഞാൻ നഴ്സിംഗിലോട്ട് വിശാഖപട്ടണം ആന്ധ്രയിൽ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയി. പഠിക്കാൻ പോയപ്പോഴത്തേന് 3 വർഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഒരു കോമേഴ്സ് ഫീൽഡിൽ നിന്നായിരുന്നു ഞാൻ വന്നത്. അപ്പൊ തന്നെ പെട്ടെന്ന് നഴ്സിംഗ് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട് പ്രയാസം. പക്ഷെ അവിടെ എല്ലാം ദൈവം ഒന്നിനും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. സയൻസ് ഫീൽഡിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ സയൻസ് എടുത്തവർ മീൻസ് +2 സയൻസ് ഉള്ളവർ എത്ര പേര് തോറ്റിട്ടുണ്ടെന്നറിയാം. അവിടെ എല്ലാം ദൈവം എന്നെ പിടിച്ചു നിർത്തി ഞാൻ എന്നെ പാസ്സാക്കി. ഒരു സബ്ജക്റ്റിലും ദൈവം എന്നെ തോപ്പിക്കാൻ അനുവദിച്ചില്ല. നല്ല മാർക്കോട് തന്നെ ദൈവം എന്നെ സഹായിച്ചു. എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. പിന്നെ എൻ്റെ മമ്മിയുടെ പ്രാർത്ഥനയും കൂടെയാണ്. എൻ്റെ മമ്മിയും എൻ്റെ സഭയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആ സ്നേഹം എനിക്ക് എൻ്റെ സഭയിൽ നിന്നാണ് കിട്ടിയത്. അങ്ങനെ പിന്നെ എൻ്റെ 2ാമത്തെ വർഷം ആയപ്പോഴത്തേന് എൻ്റെ ഡാഡിയുടെ കള്ളുകൂടി മാറി. ഡാഡി പൂർണ്ണമായിട്ട് കള്ളുകൂടി നിർത്തി. വീടിവലി ഉണ്ടായിരുന്നു, എന്നാലും കള്ളുകൂടി നിർത്തി. ഞാൻ സെക്കൻഡ് ഇയറിലൊക്കെ ആകുമ്പോൾ വെക്കേഷനൊക്കെ വരുമ്പോഴത്തേന് അന്നാണ് എനിക്ക് എൻ്റെ ഒരു വീടായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പത്തേന് ഞങ്ങൾ ഒരു വീടും വാങ്ങിച്ചായിരുന്നു. ഒരു വീടായിട്ട് കാണാൻ പറ്റുന്ന അതേ സെയിം. ബിക്കോസ് നമുക്കൊരു പേടിയില്ല. അപ്പനിപ്പൊ പുറത്തു പോയാലും പേടിയില്ല. പണ്ടൊക്കെ പുറത്തു പോകുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇനി കുടിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. വഴക്കും അങ്ങനെയില്ല, പക്ഷെ എന്നാലും നമ്മളെ അങ്ങനെ അടിക്കോ പിടിക്കോ ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ഒരു കുടിച്ചിട്ട് വരുമ്പോ നമുക്കൊരു ഭയങ്കര വിഷമായിരുന്നു. അപ്പം ഞാൻ സെക്കൻഡ് ഇയറിൽ പോയപ്പോ തൊട്ട് എനിക്ക് എല്ലാം ഹാപ്പിയായി. എൻ്റെ ഡാഡിയും കള്ളുകൂടിയൊക്കെ മാറി. അപ്പോഴാണ് ഞാൻ ഓർത്തേ ഞാൻ അന്ന് ഉപസിച്ചത് ഇന്നാണ് ദൈവം അതിന്റെ മറുപടി തന്നത്. അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. ബിക്കോസ് ആരും വിചാരിച്ചില്ല എൻ്റെ ഡാഡി അങ്ങനെ കുടി നിർത്തുവെന്ന്. ബിക്കോസ് ഈ ഭയങ്കര ഒരു ആൽക്കഹോളിക് ആയിരുന്നു എൻ്റെ ഡാഡി. എന്നാലും ദൈവം അതിന് ഒരു നീക്കുപോക്ക് തന്നു. ദൈവം അത് നിർത്തി. അതുപോലെ ഞങ്ങളുടെ പിന്നെ ഹാപ്പി ആയിട്ട് ഞങ്ങളുടെ കുടുംബം പോയി. അങ്ങനെ പിന്നെ ഞാൻ 3rd ഇയർ എൻ്റെ കംപ്ലീറ്റ് ആയപ്പോ ആണ് ഒരു പ്രാവശ്യം ഞാൻ ആക്ച്വലി കൊച്ചിലെ തൊട്ട് ഞാൻ ഇങ്ങനെ ചെബിയാണ്. എനിക്ക് വണ്ണമൊക്കെ ഉണ്ട്. 3rd ഇയർ ആയപ്പോഴത്തേന് എൻ്റെ പെട്ടെന്ന് ഒരു വണ്ണമൊക്കെ എനിക്ക് കുറയാൻ തുടങ്ങി. ഒരു 10 കിലോ പെട്ടെന്ന് എൻ്റെ വണ്ണം അങ്ങ് കുറഞ്ഞു. അപ്പൊ എല്ലാരും വന്ന് എന്നോട് ചോദിച്ചു, എന്താ കഴിക്കുന്നില്ലേ, കുടിക്കുന്നില്ലേ, എന്താ പറ്റിയെന്ന് പറഞ്ഞു. ഞാൻ 3rd ഇയറുടെ എക്സാം എഴുതിയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ 3rd ഇയർ കഴിഞ്ഞിട്ട് 2 വർഷം ബോണ്ട് ചെയ്യണം. ബോണ്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഒരു 1 lakh rupees അവിടെ കൊടുത്തിട്ട് വേണം ഇറങ്ങി വരാൻ. അപ്പൊ അതൊക്കെ നമുക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബോണ്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ എൻ്റെ 3rd ഇയറുടെ റിസൾട്ട് വന്നിട്ടില്ല. ഞങ്ങൾ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോ ആണ്. അപ്പൊ എല്ലാരും പറഞ്ഞു ജസ്റ്റ് പോയി ഡോക്ടറെ കാണിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഡോക്ടറെ പോയി കാണിച്ചു. അവിടുത്തെ ഡോക്ടറെ പോയി കാണിച്ചപ്പോഴത്തേന് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, നിനക്ക് പനിയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പനിയും ഇല്ല, ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. പക്ഷെ എന്റെ വെയിറ്റ് കുറയുന്നു, അത്രേ ഉള്ളൂ എനിക്ക് ഒരു ബുദ്ധിമുട്ട്. അല്ലാതെ എനിക്ക് ശാരീരമായ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പിന്നെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോഴത്തേന് അന്നാണ് ഡോക്ടർ പറയുന്നത് എന്റെ ക്രിയാറ്റിൻ ഇച്ചിരി മീൻസ് ബോർഡറിലാണ് നിൽക്കുന്നത്. സാധാരണ എനിക്ക് തോന്നുന്നു 22 years ഒക്കെ ഉള്ളായിരുന്നു. അപ്പൊ ആ ഏജിന്റെ അനുസരിച്ച് അത് ഇച്ചിരി കൂടുതലാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഒന്ന് കാര്യം ചെയ്യാം, നമുക്ക് ഒരു ആഴ്ചത്തെ മെഡിസിൻ എല്ലാം തന്നിട്ട് പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക, നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കാം, ചിലപ്പം ബ്ലഡ് നമ്മുടെ ടെസ്റ്റിന്റെ കുഴപ്പമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഡോക്ടർ എന്ന് പറഞ്ഞു. ഞാൻ വന്നു, ഞാൻ ഒരാഴ്ചത്തോട് മെഡിസിൻ കഴിച്ചു, നല്ലപോലെ വെള്ളം കുടിച്ചു. എല്ലാം ആയപ്പോഴത്തേന് ഞാൻ പിന്നെ ഡോക്ടറുടെ അടുത്ത് പോയി. ഡോക്ടർ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പം ടെസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല, അത് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്, ഒരു ചേഞ്ചസ് ഇല്ല. അങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റിസ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ബയോപ്സി ചെയ്യാന്ന് പറഞ്ഞു. കിഡ്നി ബയോപ്സി ചെയ്യുന്നു. അന്ന് അവിടെ വേറെ ആരും ഇല്ലല്ലോ, എൻ്റെ ലോക്കൽ ഗാർഡിയൻ ആയിട്ട് അവിടെ ആ ചർച്ചിൽ ഇടയ്ക്കിടയ്ക്ക് പ്രെയർ നടത്തുന്ന ഒരു പാസ്റ്ററും കുടുംബം ഉണ്ടായിരുന്നു. അവരായിരുന്നു എൻ്റെ ലോക്കൽ ഗാർഡിയൻസ്. പിന്നെ അവരെ വിളിച്ചു. അവര് പിന്നെ വന്ന് പറഞ്ഞു ഓക്കെ നമുക്ക് ബയോപ്സി ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ പിന്നെ ബയോപ്സി ചെയ്ത് കഴിഞ്ഞപ്പോ അതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ എന്നോട് ആരും എന്നോട് അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഇത്രേ പറഞ്ഞുള്ളൂ, കിഡ്നിക്ക് അത് ചെറിയ പ്രശ്നമുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. കുറച്ച് മെഡിസിൻ ഒക്കെ എനിക്ക് തന്നു, പറഞ്ഞു ഇത് കഴിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോഴത്തേനും അവർ പിന്നെ എൻ്റെ മമ്മീനെ വിളിച്ചു പറഞ്ഞു
ബിക്കോസ് മമ്മിയെ വിളിച്ചു പറഞ്ഞു. അപ്പത്തേനും മമ്മി പ്രിൻസിപ്പളോട് സംസാരിച്ചിട്ട് പെട്ടെന്ന് വന്ന് പറഞ്ഞു, ഞാൻ ഇവളെ കൊണ്ടുപോവാണ്, ഡൽഹി പോയി ഞാൻ ചികിത്സിക്കാം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം പ്രിൻസിപ്പൽ പറഞ്ഞു കുഴപ്പമില്ല, കൊണ്ടുപോക്കോ, ബോണ്ട് റിസൾട്ട് എന്തായാലും റിസൾട്ടൊക്കെ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ, സർട്ടിഫിക്കറ്റ് എടുക്കാൻ സമയമാവുമല്ലോ, അപ്പൊ തന്നെ പോയി ട്രീറ്റ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ ബോണ്ടിന്റെ പൈസ അടയ്ക്കാനൊക്കത്തേന് പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി എന്നെ ഡൽഹി കൊണ്ടുവന്നു. ഡൽഹി പോയി ഞങ്ങള് കയറി, എല്ലാം ലാബിലും ഹോസ്പിറ്റലിലും എല്ലാം കയറി ഇറങ്ങി, ചെയ്യുന്ന ടെസ്റ്റുകളെല്ലാം ചെയ്തു. എനിക്ക് ഫിസിക്കലി അങ്ങനെ എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാം ചെയ്തു, എല്ലാ ടെസ്റ്റുകൾ ചെയ്തു. എന്റെ കിഡ്നിയുടെ ബുദ്ധിമുട്ട് എന്തുവാണ് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്താ ഇങ്ങനെ, ഇതിന്റെ റീസൺ എന്തുവാണ് ആർക്കും അറിയത്തില്ല. ബയോപ്സി ചെയ്തിട്ട് അതിനകത്തൊന്നും ഇത്രയും ഈ പ്രശ്നം ഉണ്ടെന്ന് മാത്രം പറയുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് FSGS എന്ന് പറഞ്ഞ ഒരു ഡയഗ്നോസിസ് ആണ് അവർ തന്നെ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് എനിക്ക് 22 ഇയേഴ്സ് ഉള്ളു. പക്ഷെ എനിക്ക് ക്ലിയർ ആയിട്ട് അത്ര അറിയത്തില്ല. എന്ന് കഴിഞ്ഞാൽ എന്റെ കിഡ്നി ഫുള്ളി ഡാമേജ് ആയതാണോ എങ്ങനെയാണെന്ന് എനിക്ക് അതിനുള്ള പറ്റിയ ഒരു ധാരണ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ അപ്പം പിന്നെ ഒരു പ്രാവശ്യം എല്ലാ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ, ഒരു പ്രായമുള്ള ഒരു നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ആയിരുന്നു. ആ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ നേഴ്സാണ്, നീ ഇപ്പൊ നിന്റെ റിസൾട്ട് വരുമ്പോൾ നീ ജോലിക്ക് കയറണം. ഈ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എല്ലാം എന്തൊക്കെ ഇതിനകത്തൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ നീ അത് കണ്ടിട്ട് വറി ആവണ്ട. നീ നിന്റെ ജോലിക്ക് പോകണം, നീ നിന്റെ ലൈഫ് എങ്ങനെ നീ ജീവിക്കുന്നത് അതുപോലെ ജീവിക്കണം, നിനക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. ബിക്കോസ് എന്താ പ്രശ്നമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് കിഡ്നിയുടെ രോഗത്തിൽ ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും ഡാമേജ് ആയ കിഡ്നീനെ നമുക്ക് ഒരിക്കലും പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം, നീ നിന്റെ ലൈഫ് ജീവിക്കണം. ഇതിനെ പറ്റി എനിക്ക് ഇന്ന് രോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ വീട്ടിൽ കുത്തിയിരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യല്ല. നീ നിന്റെ ജോലിക്ക് പോവുക, യു ലൈവ് യുവർ ലൈഫ് എന്ന് പറഞ്ഞു. ടെൻഷൻ ഒന്നും അടിക്കാതെ നിന്റെ ജോലി ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് മോന് ഈ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കണം. അല്ലാതെ ഒരു പ്രയാസവും ഇല്ല. നീ പോയി ഒരു ടെൻഷൻ അടിക്കാതെ നിന്റെ ലൈഫ് ജീവിക്കാന്ന് പറഞ്ഞു. ബിക്കോസ് കിഡ്നി രോഗം ഉണ്ട്, പക്ഷെ അത് എത്ര നാള് പോവും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. പുള്ളിക്കാരൻ എനിക്ക് മെഡിസിൻ അങ്ങനെ ഒന്നും തന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ കുറെ നാള് ഇങ്ങനെ വീട്ടിൽ ബിക്കോസ് എന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. സർട്ടിഫിക്കറ്റ് വരാതെ ഡൽഹി ജോലിക്ക് കയറാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് ഒന്ന് 3-4 മാസം ഞാൻ വീട്ടിൽ ഇരുന്നപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, മമ്മി ഞാൻ തിരിച്ച് അവിടെ പോയി, എന്റെ വിശാഖപട്ടണം തന്നെ ഞാൻ തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് ഞാൻ എന്റെ ബോണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം, എന്തിനാ ഇവിടെ വെറുതെ എന്റെ ടൈം വേസ്റ്റ് ആക്കുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് എന്റെ പ്രിൻസിപ്പാലെ വിളിച്ചപ്പോ പ്രിൻസിപ്പൽ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അവൾക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവള് തിരിച്ചു വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഞാൻ എന്റെ 2 വർഷം ബോണ്ട് പീരീഡ് കംപ്ലീറ്റ് ചെയ്തു. ദൈവം സഹായിച്ച് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ 2010 എന്റെ ഡിസംബർ 2009 ഡിസംബറിലാണ് ഞാൻ എന്റെ ബോൺ പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ തന്നെ എനിക്ക് കല്യാണ ആലോചനയൊക്കെ വരാൻ തുടങ്ങി. ഞാൻ അവിടെ വന്നതിന്റെ ഞാൻ ഐ തിങ്ക് ഡിസംബറിൽ ഞാൻ വന്നു, ജനുവരിയിൽ എന്റെ കല്യാണമായിരുന്നു. ജനുവരി 2010 എന്റെ കല്യാണമായിരുന്നു. കല്യാണം എനിക്ക് ഞാൻ ഡൽഹി ജംഗ്ഷനിലായിരുന്നു എന്റെ ഞാൻ കല്യാണം കഴിച്ച നാട്ടിലുള്ള ഒരു ആളിനെയായിരുന്നു. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ബിക്കോസ് ഞാൻ വിചാരിച്ചു എങ്ങനെ ഞാൻ നാട്ടിൽ പോയി നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്നാലും എന്റെ ഹസ്ബൻഡ് ആദ്യം കുവൈറ്റിലായിരുന്നു. അങ്ങനെ ഞാൻ വന്നു. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. 2010 ജനുവരിയിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് കുവൈറ്റിൽ തിരിച്ചു പോയി. ഞാൻ ഡൽഹിയിൽ തന്നെ നിന്നിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞിട്ട് 6 മാസത്തോട് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ എന്റെ ലൈഫ് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇടയ്ക്ക് എനിക്ക് ഒരു ഓഫർ വന്നു. ഞാൻ യമനിൽ പോകാൻ വേണ്ടി എനിക്ക് ഒരു ഓഫർ വന്നു. സാധാരണ ആ സമയത്ത് ആരും യമനിൽ പോകത്തില്ല, പക്ഷെ എന്റെ കൂടെ ജോലി ചെയ്തവരെല്ലാരും യമനിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അവരുടെ കൂടെ കയറിപ്പോയി. 3-4 മാസം 7-8 മാസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ, വാർസ് ഒക്കെ തുടങ്ങി. അവിടെ പോയി ഞാൻ പെട്ടുപോയി. പക്ഷേ
എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാർ അവിടെ നിന്ന് അന്ന് റിസൈൻ ചെയ്തിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾ കുറച്ചു പേര് അവിടെ തന്നെ നിന്നു. ബിക്കോസ് ഞങ്ങൾക്ക് കടംഭാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനും എന്റെ 2-3 ഫ്രണ്ട്സ് അവിടെ നിന്നിട്ട് ഞങ്ങൾ അവിടെ ജോലി ചെയ്തു. അവിടെ യുദ്ധങ്ങൾ തുടങ്ങി. ഒത്തിരി അവിടെ ഭാരങ്ങൾ ഉണ്ടായിരുന്നു. കറണ്ട് ഇല്ലായിരുന്നു, വെള്ളം ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് സാലറി കിട്ടുന്നില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. എന്നാലും ദൈവം അവിടെ പിടിച്ചു നിർത്തി എന്നെ. ആ രോഗം ഉണ്ടായിട്ടും എന്നെ ദൈവം അവിടെ നിർത്തി. ദൈവം അവിടെ എന്നെ അലൊക്കേറ്റ് ചെയ്ത് ഞാൻ അവിടെ പോയി കയറിയത് ഒരു നെഫ്രോളജി ICUലായിരുന്നു. നെഫ്രോളജി അവിടെ കിഡ്നി പേഷ്യന്റ് മാത്രമേ ഉള്ളായിരുന്നു. കിഡ്നി പേഷ്യൻസും ഡയാലിസിസ് പേഷ്യൻസും അവർ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ദൈവം എന്തിനാ എന്നെ ഇവിടെ കൊണ്ടാക്കിയേ? ബിക്കോസ് എനിക്ക് ആ സെയിം രോഗമുണ്ട്. ഞാൻ ആ സെയിം പേഷ്യൻസിനെ കാണുമ്പോഴത്തേനും എനിക്ക് നാളെ ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കുമെന്ന് എന്റെ മനസ്സിൽ എപ്പോഴും ഇത് വരത്തില്ലേ ദൈവമേ, എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ അയച്ചേന്നൊക്കെ പറഞ്ഞ് ഞാൻ വിഷമിച്ചു. പക്ഷെ അവിടെ പോയി ആ പേഷ്യൻസിനെ നോക്കാനും ചിലപ്പം ഞാൻ അവരെ കണ്ട് ദൈവത്തോട് എന്റെ വിശ്വാസം കൂടി. ബിക്കോസ് ദൈവം എന്നെ ആ അവസ്ഥയിലോട്ട് കൊണ്ടുപോയില്ലല്ലോ, അവരെ നോക്കാനുള്ള കൃപ ദൈവം എനിക്ക് നൽകിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ നിന്നു. 2 വർഷത്തോട് അവിടെ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും അവിടുത്തെ കോൺട്രാക്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ ഡൽഹി തിരിച്ചു വന്നപ്പോഴത്തേനാണ് ഞാൻ കൺസീവ് ചെയ്തേ. അന്ന് ഞാൻ പ്രഗ്നന്റ് ആയി. എന്റെ ഹസ്ബൻഡ് വന്നു കുവൈറ്റിൽ നിന്ന്. അന്ന് ഞാൻ ജോലിക്കൊന്നും കയറിയില്ലായിരുന്നു. ബിക്കോസ് ഞാൻ കൺസീവ് ആയതുകൊണ്ട് പിന്നെ ജോലിക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. ഡൽഹി എന്റെ പപ്പ മമ്മിയുടെ കൂടെ നിന്നു. 6 months ആയപ്പോഴത്തേന് എന്റെ ഹസ്ബൻഡിന് അവിടെ കുവൈറ്റിൽ വെച്ച് ഭയങ്കര സ്റ്റോണിന്റെ വേദനകളൊക്കെ വന്നപ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടി. 4-5 ദിവസമായിട്ട് ഛർദിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ എന്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞു, റീസ എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ റിസൈൻ ചെയ്തിട്ട് വരുവാണ്. എനിക്ക് ഇവിടെ സർജറി ചെയ്താൽ പറ്റൂ. ഇവിടെ ആണെങ്കിൽ സർജറി നമുക്ക് ഡേറ്റ് 3-4 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എനിക്ക് റിസൈൻ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാനും ഇപ്പൊ ജോലി ഇല്ലാതെ ഇരിക്കുവാണ്, ഞാൻ പ്രഗ്നന്റും ആണ്. എന്റെ ഹസ്ബൻഡ് കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന് എന്നെ അറിയത്തില്ല. എന്നാലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എല്ലാം തക്ക സമയത്ത് ദൈവം നടത്തണേ കർത്താവേ, ദൈവത്തിന്റെ ഹിതം എന്തുവാണ് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ എന്റെ ഹസ്ബൻഡ് വന്നപ്പം എന്റെ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അത്ര വലിയ നല്ല ഇതുള്ള ഫ്ലോ അല്ലായിരുന്നു. ബിക്കോസ് എനിക്ക് പ്രഗ്നൻസിയില് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. എനിക്ക് ഭയങ്കര ഛർദിയിലായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേന് എന്റെ ശരീരം മൊത്തം നീര് വെക്കാൻ തുടങ്ങി. എനിക്ക് തലവേദന വരാൻ തുടങ്ങി. എന്തുവാന്ന് അറിയത്തില്ല. ഡോക്ടറുടെ അടുത്ത് പോകുമ്പോഴത്തേന് എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. ഡോക്ടർ എനിക്കറിയത്തില്ല, ഡോക്ടർ എന്റെ കിഡ്നിയുടെ എനിക്ക് ഒരു അസുഖം ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞായിരുന്നു. പക്ഷെ അവരത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞങ്ങളും അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ ആയപ്പോഴത്തേന് എന്റെ ഹസ്ബൻഡ് വന്ന ദിവസം എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഞാൻ കിഡ്നിയുടെ ഡോക്ടറിനെ കാണിക്കാനൊക്കെ പോയി. സ്റ്റോൺ എടുക്കാൻ വേണ്ടി, സർജറിക്ക് വേണ്ടിയിലൊക്കെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോഴത്തേനും ഒരു ദിവസം ഞാൻ വീട്ടിലായിരുന്നു. അപ്പം എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടനും കുടുംബവും ഡൽഹിയിലുണ്ട്. അപ്പൊ ഞാൻ അവരുടെ വീട്ടിലായിരുന്നു. എന്റെ ഹസ്ബൻഡും ചേട്ടനും അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി, സർജറിയുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേന് എനിക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ ഭയങ്കര തലവേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആയപ്പോഴത്തേനും അവർ ഉച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് തലവേദന ഭയങ്കരമാണ്. അപ്പൊ അവിടുത്തെ ചേച്ചി, എന്റെ ചേട്ടത്തി BP എടുത്ത് എന്റെ BP ഒന്ന് നോക്കാന്ന് പറഞ്ഞു. BP നോക്കിയപ്പം എന്റെ BP 240, 140 ആയിരുന്നു. 240 എന്റെ BP ഉണ്ടായിരുന്നു. അപ്പത്തേന് എല്ലാരും പറഞ്ഞു, അയ്യോ ഇത്ര BP, പ്രഗ്നന്റും ആണല്ലോ, ഇത്ര BP ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. അവിടുത്തെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, BP ഭയങ്കര കൂടുതലാണ്, അഡ്മിറ്റ് ചെയ്തേ പറ്റൂ, ഒരു കാര്യം ചെയ്യണം, ഇപ്പൊ ഞാൻ കുറച്ച് മെഡിസിൻ തരാം, എല്ലാം രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും 2 ഗുളിക വെച്ച് കഴിച്ചോളാൻ, അത് കഴിയുമ്പോഴത്തേനും നിങ്ങൾ നാളെ തന്നെ പോയി അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നു, ഞാൻ ഗുളിക കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പക്ഷെ എന്റെ BP കുറയുന്നില്ല. മീൻസ് 180 തന്നെ നിൽക്കുവാണ്.
അങ്ങനെ അപ്പൊ പിറ്റേ ദിവസം തന്നെ എന്നെ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ പോയി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നടന്നൊക്കെയാണ് പോകുന്നത്. പോയപ്പോഴത്തേന് ഡോക്ടറൊക്കെ ഭയങ്കര BP ആണ്, അഡ്മിറ്റ് ചെയ്തു. അവർ അഡ്മിറ്റ് ചെയ്തപ്പം എന്റെ യൂറിനിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രോട്ടീന് പോകുന്നുണ്ട്, എന്റെ ക്രിയാറ്റിൻ ഒക്കെ ഹൈ ആയി, എല്ലാം ഇതായി. പക്ഷെ അവരുടെ മെയിൻ കൺസേൺ ഇപ്പൊ കിഡ്നി അല്ല. അവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് ഇത്ര BP കൂടുതലായതുകൊണ്ട് എനിക്ക് എപ്പോ വേണമെങ്കിലും സീഷേഴ്സ് വരാം, എനിക്ക് എപ്പോ വേണമെങ്കിലും എനിക്ക് സ്ട്രോക്ക് അടിക്കാം, അങ്ങനെ എന്താ വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പം അവരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും BP കുറയ്ക്കണം ഒക്കെ ആയിരുന്നു. പക്ഷെ എന്റെ BP ആണെങ്കിൽ കുറയത്തേ ഇല്ലായിരുന്നു. അവർ കുറെ മെഡിസിൻ എനിക്ക് തന്നു, പക്ഷെ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേന് അവര് ഒരു ഡോപ്ലർ ചെയ്തു. ഡോപ്ലർ ചെയ്തപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പം കുഞ്ഞിന്റെ അമ്മയുടെ ഉള്ള ഒരു ബ്ലഡ് ഫ്ലോ ഉണ്ടല്ലോ, അത് ഓൾറെഡി കുറഞ്ഞു. കുഞ്ഞിന് ഇപ്പം ഫ്ലോ കിട്ടുന്നില്ല, ബ്ലഡ് ഫ്ലോ, ഓക്സിജൻ ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് കുഞ്ഞിനി ജീവിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോഴത്തേന് ഞാൻ ആ അവസ്ഥയിലല്ലായിരുന്നു. ഞാൻ അത്രയ്ക്ക്, എനിക്ക് ഇത്രയും മെഡിസിൻ തന്ന് ഞാൻ ഒരു കോൺഷ്യസേ അല്ലായിരുന്നു. പിന്നെ എന്റെ ഹസ്ബൻഡ് കൺസേൺ ഒക്കെ സൈൻ ചെയ്തു, ഓക്കെ അതിനി ഡെലിവറി ചെയ്ത് ഇനി കളയാനേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആയപ്പോൾ ഞങ്ങളുടെ പള്ളിയിലുള്ള അങ്കിൾമാരെല്ലാരും പറഞ്ഞു ഞങ്ങൾക്ക് സെക്കൻഡ് ഒപ്പീനിയൻ വേണം, ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവർ വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കയറ്റി. അവിടെ എനിക്ക് പിന്നെ സ്കാനിന് വേണ്ടി കൊണ്ടുപോയി. അവിടെ എന്റെ കൂടെ എന്റെ പാസ്റ്റങ്ങളും ആന്റിയും പപ്പയും മമ്മിയും എന്റെ ഹസ്ബൻഡും എല്ലാരും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എന്നെ സ്കാനിന് കയറ്റിയപ്പം ഡോക്ടർ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമല്ലോ. അപ്പം പറഞ്ഞു ഹാർട്ട് ബീറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിളിച്ചു, ദൈവമേ, ഹാർട്ട് ബീറ്റ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇവർ പറയുന്നത് കുഞ്ഞിനെ മീൻസ് ഇങ്ങനെ എങ്ങനെ ഇത് ഇവർ ഡെലിവറി ചെയ്ത് ഇങ്ങനെ ആവുക? ബിക്കോസ് കുഞ്ഞിന് ഓൾറെഡി ബ്ലഡ് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞ് ഓൾറെഡി ഹാഫ് ഇതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ പറയുന്നത്? അപ്പൊ അവർക്ക് പെട്ടെന്ന് ഒരു എമർജൻസി കേസ് വന്നപ്പോ അവർ എന്നോട് പറഞ്ഞു, മോനെ 5 മിനിറ്റ് ഒന്ന് പുറത്തിരിക്കണം, ഈ കേസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നുകൂടെ സ്കാൻ ചെയ്യാന്ന്. അപ്പം പാസ്റ്റങ്ങൾ എന്നോട് വന്ന് പറഞ്ഞു, മോനെ ചിലപ്പം ദൈവത്തിന്റെ ഹിതമല്ലായിരിക്കും ഇത്, മോൻ ഭാരപ്പെടണ്ട, ഇതെല്ലാം നല്ലതിനു വേണ്ടി വിചാരിക്കുക, ഇപ്പൊ നമുക്ക് മോന്റെ ഹെൽത്ത് അല്ലേ കാണണ്ടിയേ എന്നൊക്കെ പറഞ്ഞു, നമുക്കൊരു ആരോഗ്യമായ കുഞ്ഞിനെ അല്ലേ വേണ്ടിയേ എന്നൊക്കെ പറഞ്ഞു. ബിക്കോസ് കുഞ്ഞിന്റെ ഓൾറെഡി ബ്ലഡ് ഫ്ലോ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പത്തേന് ഞാനൊന്നും മിണ്ടിയില്ല. അപ്പൊ അങ്കിൾ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്കിൾ എന്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴത്തേന് എന്നെ അടുത്ത സ്കാനിങ്ങിൽ പിന്നെ അപ്പത്തേന് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ നിന്നു. ഡോക്ടർ പറഞ്ഞു ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പൊ പെട്ടെന്ന് നിന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ദൈവത്തിന്റെ ഹിതമായിരിക്കും, അതിന് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ അവർ എന്നെ ഐസിലോട്ട് കൊണ്ടുപോയി. ഞാൻ ഒരു നേഴ്സ് ആയതുകൊണ്ട് ഡോക്ടർമാർക്ക് എന്നോട് ഇച്ചിരി ഒരു സിമ്പത്തി ഉണ്ടായിരുന്നു. അത്രേ എനിക്കന്ന് ഞാൻ 25 ഇയേഴ്സേ ഉള്ളായിരുന്നു എനിക്കന്ന് വയസ്സ്. അപ്പം എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇവക്ക് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് മാത്രം ഇവൾ ഇത്ര സർവൈവ് ചെയ്തത്. ബിക്കോസ് ഇത്ര രീതിയിൽ ഒരിക്കലും ഒരു ഇതുവരെ ദൈവം സഹായിച്ച അവർക്ക് ഇതുവരെ സീഷേഴ്സ് വന്നിട്ടില്ല, അവർക്ക് എന്തെങ്കിലും സ്ട്രോക്ക് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയും നേരം കൊണ്ടാണെങ്കിലും ആർക്ക് വേണമെങ്കിലും സ്ട്രോക്ക് വരാം. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് തോന്നുന്നു അവൾ ഇത്രത്തോളം നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞങ്ങള് ടാബ്ലറ്റ് വെക്കാം, രാത്രിയിൽ ഒരു ടാബ്ലറ്റ്, രാവിലെ ഒരു ടാബ്ലറ്റ് വെക്കാം, വൈകുന്നേരം ആകുമ്പോൾ പെയിൻ വരുവാകുമ്പോഴത്തേനും നോർമൽ ഡെലിവറി ചെയ്യാം, അല്ലെങ്കിൽ സിസേറിയനെ ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ ഞങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല, ബിക്കോസ് ഞങ്ങൾക്ക് കൂടുതൽ ഇവർക്ക് സ്ട്രെസ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ രാവിലെ ടാബ്ലറ്റ് ഒക്കെ വെച്ചോണ്ട് പോയി. വൈകുന്നേരം ആയപ്പോഴത്തേന് എനിക്ക് ഒരു അനക്കവും ഇല്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു എന്നാ ഒരെണ്ണം കൂടെ വെക്കാം, എനിക്ക് കുഞ്ഞ് കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു സിസേറിയൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് ഒന്നുകൂടെ വെച്ചു. എന്നാലും 11 മണി ആയപ്പോഴത്തേന് എനിക്ക് പെയിൻ തുടങ്ങി. ഞാൻ നോർമലായിട്ട് പ്രസവിച്ചു. ഒരു ആൺകുഞ്ഞിനെയായിരുന്നു ദൈവം അന്ന് എനിക്ക് നൽകിയത്. പക്ഷെ ദൈവത്തിന്റെ സമയമായിട്ടില്ലായിരുന്നു. ഒത്തിരി ഭാരപ്പെട്ടു. എന്നാലും ദൈവം അതിനെ ഓവർകം ചെയ്യാൻ എന്നെയും എന്റെ കുടുംബത്തെ ദൈവം ബലപ്പെടുത്തി. ദൈവം സഹായിച്ച ദൈവം എന്നെ ഒന്നും വരുത്തിയില്ല.
അത്രയേ ഉള്ളൂ എൻ്റെ എനിക്ക് എപ്പോ വേണമെങ്കിലും സ്ട്രോക്ക് വന്ന് ഞാൻ കിടപ്പിലായേനെ. അന്ന് എൻ്റെ പുതിയൊരു ലൈഫായിരുന്നു എനിക്ക് ദൈവം തന്നത്. അങ്ങനെ പിന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ പിന്നെ എന്നോട് ബയോപ്സി ചെയ്തു. അപ്പൊ അന്നാണ് ആക്ച്വലി ഞാൻ അറിയുന്നേ. അന്ന് ഞാൻ ഫസ്റ്റ് ടൈം ബയോപ്സി ചെയ്തപ്പം തന്നെ എൻ്റെ 70% കിഡ്നി ഓൾറെഡി പോയായിരുന്നെന്ന്. എനിക്ക് കിഡ്നി വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. എനിക്ക് 30% കിഡ്നി മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളായിരുന്നു. പക്ഷെ ഞാൻ യൂറിനൊക്കെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്നൊന്നും ഡോക്ടർ അങ്ങനെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ബിക്കോസ് അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്, മോനെ ആക്ച്വലി നിനക്ക് ഇത്ര ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു, ഇത്ര കുഴപ്പങ്ങൾ വരത്തില്ലായിരുന്നു, നിനക്ക് BP ആവത്തില്ലായിരുന്നു. ബിക്കോസ് നീ പ്രഗ്നന്റ് ആയോണ്ടാണ് നിനക്ക് കിഡ്നിക്ക് പിന്നെ ഭാരം കൂടിയപ്പോഴാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നത്. അതുകൊണ്ട് ഇനി മോന് പ്രഗ്നന്റ് ആവാൻ നോക്കല്ല്. എന്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു, ഇനി നിങ്ങൾ ഒരിക്കലും പ്രഗ്നൻസി ട്രൈ ചെയ്യല്, അല്ലെങ്കിൽ ഇവക്ക് ഇനിയും ബുദ്ധിമുട്ടുകൾ വരും, കുഞ്ഞിനെയും കിട്ടത്തില്ല. ബിക്കോസ് ഒരു കിഡ്നി രോഗമുള്ളവർക്ക് കിഡ്നി ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങൾക്ക് കുഞ്ഞിനെയും കിട്ടത്തില്ല. ഈ പ്രാവശ്യങ്ങളിൽ ഇവളുടെ ജീവിതം നിങ്ങൾക്ക് കിട്ടി, പക്ഷെ അടുത്ത പ്രാവശ്യം അത് കിട്ടുമെന്ന് തോന്നത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി പ്രഗ്നൻസി ട്രൈ ചെയ്യലെന്ന് അന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് നിരാശത്തോട് വീട്ടിൽ വന്നു. കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും ജോലിയില്ലാതെ ഇരിക്കുവാണ്. എനിക്കതൊന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും സമ്പാദിച്ച് അന്ന് മൊത്തം ഡൽഹിയുടെ ഹോസ്പിറ്റലിൽ പോയി. എന്റെ ഹസ്ബൻഡ് സ്റ്റോണിന്റെ സർജറി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു മാസം ആദ്യത്തെ കുഞ്ഞ് മരിച്ചു പോയോ? മരിച്ചുപോയി. ഓക്കെ. പിന്നെ ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഡൽഹിയിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കയറി. എന്റെ ഹസ്ബൻഡും ചെറുതായിട്ട് ഒരു ജോലിക്ക് കയറി. അങ്ങനെ 7-8 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് മനസ്സിലായി, എന്റെ ഹസ്ബൻഡ് മനസ്സിലായി, ഡൽഹിയിൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നാ ശരിയാവത്തില്ല, മീൻസ് നമുക്ക് ഗ്രോത്ത് ഇല്ല. അങ്ങനെ പ്രശ്നങ്ങളായപ്പോഴത്തേന് എന്റെ ഹസ്ബൻഡ് ദുബൈയിലോട്ട് ഒരു വിസിറ്റ് വിസ എടുത്തുകൊണ്ട് ദുബായി വന്നു. എന്റെ അങ്കിളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ ഹസ്ബൻഡ് വന്നതിന്റെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഞാനും DH എഴുതി, ഞാനും ഇവിടെ വന്നു. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം ഞങ്ങൾ തുടങ്ങി. കിഡ്നിയുടെ അന്ന് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് എന്റെ കിഡ്നിയുടെ കൂടുതൽ പ്രശ്നങ്ങൾ പിന്നെയും പുറത്തായി. പിന്നെ ഇപ്പൊ എനിക്ക് BP ആയി, കുറെ മെഡിസിൻസ് ആയി, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളായി എനിക്ക്. പക്ഷെ എന്നാലും ദൈവം ഇതെല്ലാം നിർത്തി തന്നെ. മീൻസ് എനിക്ക് അങ്ങനെ ജോലിക്ക് ബുദ്ധിമുട്ടോ ജോലി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ദൈവം എനിക്ക് കൃപ നൽകി ജോലി ചെയ്യാനുള്ള. DH എഴുതി ദുബായി കയറി വരുമ്പോ എനിക്കൊരു പേടിയാണ്. ബിക്കോസ് പുറത്തൊക്കെ പോകുമ്പം മെഡിക്കൽ ഉണ്ടെങ്കിൽ മെഡിക്കൽ ക്ലിയർ ചെയ്യണം. മെഡിക്കൽ ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഒന്നും ചിന്തിച്ചില്ല, പ്രാർത്ഥിച്ചു, കയറി വന്നപ്പോഴത്തേന് ഞങ്ങൾ ഒരു ഷെയറിംഗിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഒരു മെഡിക്കൽ സെന്ററിൽ ചെറിയൊരു മെഡിക്കൽ സെന്ററിൽ എനിക്ക് ജോലി കിട്ടി. അവിടെ മെഡിക്കൽ ഒന്നും ചെയ്യണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോലിക്ക് കയറി. ഡെന്റൽ ക്ലിനിക് ആയിരുന്നു, അവിടെ ഞാൻ ജോലി ചെയ്തു. 3 വർഷത്തോടെ ഞാൻ അവിടെ ജോലി ചെയ്തു. ദുബായിലാണെങ്കിൽ എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു ഇപ്പം മോസ്റ്റ്ലി എല്ലാവർക്കും മെഡിക്കൽ വേണം, ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസ് ഇല്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കത്തില്ല. നമുക്ക് ഒരു ഡോക്ടറുടെ പനി വന്നിട്ടൊന്ന് പോയി ഇൻഷുറൻസ് ഇല്ലാതെ പോയി കാണിച്ചാലും നമുക്ക് നല്ല പൈസയാവും. അതുപോലെ ഞാൻ കഴിക്കുന്ന മരുന്നുകളൊന്നും എനിക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും നാട്ടില് വെക്കേഷനിൽ പോകുമ്പം ഡോക്ടറെ പോയി കാണും, ടെസ്റ്റ് ചെയ്യും, മരുന്ന് മേടിക്കും, പോരും. അങ്ങനെയായിരുന്നു എന്റെ ലൈഫ്. ഓരോരോ വർഷം നാട്ടിൽ പോയി ഡോക്ടറെ കാണുമ്പോഴത്തേന് ഒരു പ്രതീക്ഷയോട് പോയി ഡോക്ടറെ പറയും, ഡോക്ടറെ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ, എന്തെങ്കിലും ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഡോക്ടർ പറയും ഇല്ല. എനിക്ക് എല്ലാ വർഷം പോകുമ്പോൾ ഞാൻ വേറെ വേറെ ഡോക്ടറെ കാണിക്കുന്നത്. ബിക്കോസ് എനിക്കൊരു ഹോപ്പ് കിട്ടാൻ, ഞാൻ ഓക്കെ ആവുമോ, എനിക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറയും ഇല്ല, ഒരു ഹോപ്പും ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആകെ പോയ ഒരു ഹോപ്പേ ഉള്ളെന്ന് പറഞ്ഞാൽ നീ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേന് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല. ബിക്കോസ് അത് ഒത്തിരി കോസ്റ്റ്ലി ആണ്, നമുക്ക് അതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങള് ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ പോരും. ഇവിടെ ഞാൻ 3 വർഷം ഞാൻ ഇവിടെ മെഡിക്കൽ സെന്ററിൽ ജോലി ചെയ്തപ്പോഴത്തേനും
ഞാൻ ഓർക്കുമായിരുന്നു ദൈവമേ, എന്നും പ്രാർത്ഥിക്കും ദൈവമേ ഒന്നും വരല്ലേ, ബിക്കോസ് എനിക്കിവിടെ ഇൻഷുറൻസ് ഇല്ലായിരുന്നു. ഒരു ചെറിയ മെഡിക്കൽ സെന്റർ ആയതുകൊണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലായിരുന്നു. ദൈവമേ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, എന്റെ കിഡ്നിയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? ഇപ്പോഴും നമുക്ക് പേടിയല്ലേ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാൻ, പൈസ മുടക്കാൻ. ബിക്കോസ് ഞങ്ങൾക്ക് കിട്ടുന്ന സാലറി ഞങ്ങൾക്ക് ഇവിടെ റെന്റ് കൊടുക്കാനും ആ ഡെയിലി നമ്മുടെ ചെലവ് നടത്താനേ ഉള്ളൂ. നമുക്കൊരു ഒരു പനി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പോയാൽ നമ്മുടെ ബഡ്ജറ്റ് തെറ്റും. അങ്ങനെ അപ്പൊ പിന്നെ പക്ഷെ ദൈവത്തിന്റെ കൃപയോട് ഞാൻ 3 വർഷം അവിടെ ജോലി ചെയ്തു. 3 വർഷം ഒരു പനി പോലും വരാൻ എന്റെ ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് ഒരു ഡോക്ടറുടെ അടുത്ത് പോകാൻ ദൈവം അനുവദിച്ചില്ല. ഞാൻ എന്തോ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മെഡിസിൻ അത് കഴിക്കുന്നു, ബി പി മെഡിസിൻ കഴിക്കുന്നു, ജോലി ചെയ്യുന്നു, ആരോഗ്യം നൽകുന്നു. ഈവൻ ഞാൻ ഓർക്കുവാണ്, ഞാൻ അങ്ങനെ ഒരു സിക്ക് ലീവ് പോലും ഞാൻ അങ്ങനെ ദൈവം എനിക്ക് എടുക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ 3 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. ജോലി ചെയ്തപ്പോഴത്തേന് ഇവിടെ ചെറിയ സാലറി ഉള്ളായിരുന്നു. അപ്പം വേറെ ഏതെങ്കിലും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോഴത്തേന് എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നു. ഹോസ്പിറ്റലിൽ, അപ്പം ഇവിടെ ഹോസ്പിറ്റലിൽ കയറി ഇച്ചിരി നല്ലതല്ലേ, നമുക്ക് ബെനിഫിറ്റ്സ് ഒക്കെ ഇച്ചിരി കിട്ടും, ഇൻഷുറൻസ് കിട്ടും. അങ്ങനെ ഓർത്തിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയി, ഇന്റർവ്യൂക്ക് പോയി. ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്നത്. ഇന്റർവ്യൂക്ക് പോയപ്പോഴത്തേന് ഞാനും ഒരു കൊച്ചുകൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഉള്ളായിരുന്നു. അപ്പത്തേന് ആ കൊച്ചെന്നോട് പറഞ്ഞു, ഞാൻ ഒരു അവിടുത്തെ ഐസിയുലോട്ടാണ് പോസ്റ്റിങ്. ഐസിയുടെ ഒരു സീനിയർ ചേച്ചിയുടെ റെക്കമെൻഡിലാണ് ഈ പുള്ളിക്കാരി വന്നേക്കുന്നത്. അപ്പത്തേന് ഞാൻ പറഞ്ഞു, ആ കൊച്ചാണെങ്കിൽ ഭയങ്കര സംസാരമാണ്, ഞാനാണെങ്കിൽ സംസാരിക്കത്തുമില്ല. ഞാന് അപ്പത്തേന് ഞാൻ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവളുടെ ബിക്കോസ് അവൾക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. അവിടെ ഐസിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, ആരൊക്കെ ഉണ്ടെന്നോ, ഇവിടുത്തെ റൂൾസ് എങ്ങനെയാണോ അതെല്ലാം. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ടൈം അവിടെ എങ്ങനെ ചെല്ലുന്നേ. അപ്പത്തേന് എന്റെ മനറിയാം. പക്ഷെ എനിക്ക് വിചാരിച്ചു ദൈവമേ പോയി, ബിക്കോസ് അവൾക്ക് അവളെ എടുക്കത്തുള്ളൂ, അവള് റെക്കമെൻഡ് ആയിട്ട് വന്നതല്ലേ, അതുകൊണ്ട് നമ്മൾക്ക് ചാൻസ് കുറവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ എന്തായാലും ഇന്റർവ്യൂ നടത്തി. അവിടുത്തെ മാനേജറാണ് ഇന്റർവ്യൂ നടത്തിയത്. ഇന്റർവ്യൂയുടെ അടുത്ത് ഞാൻ വന്നു, വീട്ടിൽ വന്ന് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, വീച്ചാൻ അവിടെ വന്ന കൊച്ച് ഇങ്ങനെയാണ്. എന്തായാലും വീച്ചാൻ പറഞ്ഞു സാരമില്ല, കുഴപ്പമില്ല, ദൈവത്തിന് ഇതാണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ കിട്ടണ്ട, നമുക്ക് ഇവിടെ ജോലി ഇല്ലാതൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്കൊരു വിഷമം, ബിക്കോസ് ഹോസ്പിറ്റൽ അല്ലേ, ഞാൻ ഒത്തിരി പ്രതീക്ഷയാന്ന് പറഞ്ഞു. അപ്പത്തേന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്നപ്പോഴത്തേന് എന്തായാലും ദൈവം സഹായിച്ചു. എനിക്കുള്ള ജോലി ആയതുകൊണ്ട് ദൈവം ആ ജോലി എനിക്ക് തന്നെ എന്റെ കരങ്ങളിലോട്ട് നൽകി. പിന്നെ എനിക്ക് മനസ്സിൽ പേടി, ദൈവമേ ഐസിയുവിൽ ഞാൻ പിന്നെയും പോകുന്നു, ഐസിയുവിൽ ഞാൻ ജോലി ചെയ്യാൻ എനിക്ക് പറ്റുമോ? ബിക്കോസ് എന്റെ എനിക്ക് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല, എന്നാലും ഞാനൊരു സ്കെൽട്ടൺ പോലെ ആയിരുന്നു. എനിക്ക് അത്ര വണ്ണമൊന്നുമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ അടിക്കുമോ? എങ്ങനെ ആയിത്തീരുമോന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. എന്നാലും ഞാൻ ജോലിക്ക് പോയി. ദൈവം ജോലി ചെയ്യാൻ എനിക്ക് കൃപ നൽകി. നല്ല ആൾക്കാര്, നല്ല കൊലീഗ്സിനെ ദൈവം എനിക്ക് നൽകി. മാനേജറും അവിടുത്തെ നല്ല ഒരു മെയിൽ ലെബനീസ് ആണ്. പുള്ളിക്കാരൻ എനിക്ക് നല്ല സപ്പോർട്ട് നൽകി. നമ്മള് ജോലിക്ക് കയറി ജോലി ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് അങ്ങനെ അസുഖമുണ്ട്, പക്ഷെ എനിക്ക് ബിക്കോസ് ഒരു ദൈവം ഒരു അത്ഭുതം ചെയ്തെന്ന് പറഞ്ഞാൽ, ഹോസ്പിറ്റലിൽ കയറുമ്പം മെഡിക്കൽ വേണം, പക്ഷെ ഈ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ മെഡിക്കൽ വേണ്ട. അവിടെയും ദൈവം എന്നെ ഒരു തടസ്സം ഉണ്ടല്ലോ, അവിടെയും ദൈവം എന്നെ നീക്കി, ആ തടസ്സവും നീക്കി കളഞ്ഞു. ഒരു മെഡിക്കലിന്റെ ആവശ്യമില്ല, നീ കേറിക്കൊള്ളാന്ന് പറഞ്ഞപ്പോ ദൈവം, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കേറി. അങ്ങനെ കുറച്ച് മാസങ്ങൾ, എനിക്ക് ഒന്ന് 7-8 മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് ഒരു ദിവസം എന്റെ മാനേജർ എന്നെ ക്യാബിനിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, റീസൺ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോ സർ, എനിക്ക് പ്രശ്നമല്ല, ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് ഞാൻ ആരോട് പറയുന്നില്ല, ബിക്കോസ് എനിക്ക് പേടിയാ പറയാൻ. ബിക്കോസ് നമ്മളിവിടെ പുറത്തൊക്കെ ജോലി ചെയ്യുന്നതല്ലേ, അവരിനി നമ്മൾ പറഞ്ഞു വിട്ടാലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. എന്റെ നല്ല ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ വേറെ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല.
അങ്ങനെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, റീസ നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല സാർ, എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചിട്ട് അങ്ങനെ സിക്ക് ലീവും എടുക്കത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല സാർ, എനിക്കിങ്ങനെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്തിനാ റീസ വരയ്ക്കുന്നേ, രോഗമല്ലേ ഇത്, ആർക്ക് വേണമെങ്കിലും വരാമല്ലോ, അതിനെന്തിനാ നീ പേടിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എനിക്കിങ്ങനെ ഇങ്ങനെ കിഡ്നിയുടെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ 2 കിഡ്നി ഫെയിലാണ്. എനിക്കിപ്പോ ലൈക്ക് 30% എന്റെ കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ബൈ ഗോഡ് ഗ്രേസ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് അങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നിനക്കിപ്പോ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ, നീ പോയി ഒരു കിഡ്നിയുടെ ഡോക്ടറിനെ ഇവിടെ കാണിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്താ പോയി കാണിക്കാഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടാനുള്ള മെഡിസിൻ ഞാൻ കൊണ്ടുവരുന്നുണ്ട്, പിന്നെ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല, അവർ എന്നോട് പറയും ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ, അതിനുള്ള എനിക്കൊരു ഹോപ്പില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു നിന്റെ അസുഖത്തിൽ ഒരു ഹോപ്പ് ഉണ്ട്, നിനക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നിന്റെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, പിന്നെ എന്താ ചെയ്യാത്തെ. ഞാൻ പറഞ്ഞു സാർ, എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹമില്ലായിട്ടൊന്നുമല്ല, എനിക്ക് ഐ എം നോട്ട് ഫൈനാൻഷ്യലി സ്ട്രോങ് അല്ല ഞാൻ, ബിക്കോസ് ഐ നോ എന്റെ കണ്ടീഷൻസ് എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു അതൊന്നുമില്ല, നീ എന്തായാലും പോയി ഡോക്ടറെയൊക്കെ കാണുന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒരു പ്രോഗ്രാം ഉണ്ട്, ആ ലിസ്റ്റിനകത്ത് പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒരു മാച്ച് കിഡ്നി കിട്ടുവാണെങ്കിൽ നിനക്ക് തരും, അതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഡോക്ടറെ പോയി കാണുന്നത്. ഡോക്ടറെ പോയി കണ്ട് സംസാരിക്കുന്നതും എല്ലാ ടെസ്റ്റുകൾ ചെയ്യുന്നതും, എനിക്ക് അത്ര വലിയ രോഗം ഉണ്ടെന്നൊക്കെ അന്നൊക്കെ എനിക്ക് തോന്നി എനിക്ക് ഞാൻ സത്യമായിട്ട് രോഗിയാണോ എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിക്കും എനിക്ക് രോഗം ഉണ്ടെന്ന് എനിക്ക് അറിയാം, പക്ഷെ എന്നാലും ഞാൻ അതില് എത്ര ഇത് ചെയ്യത്തില്ലായിരുന്നു. അപ്പത്തേന് അവരെല്ലാം ടെസ്റ്റുകൾ ചെയ്തു, എല്ലാം എന്റെ പേര് ലിസ്റ്റിനകത്ത് ഇട്ടപ്പോഴത്തേന് എല്ലാ മാസം ഞാൻ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. പണ്ടൊക്കെ ബ്ലഡ് ടെസ്റ്റ് 3 വർഷത്തോട് ഞാൻ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ്, ഇവിടെ ബ്ലഡ് ടെസ്റ്റ് നാട്ടിൽ പോകുമ്പോൾ മാത്രമേ ചെയ്യത്തുള്ളായിരുന്നു. ഇപ്പം എല്ലാ മാസം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് ഇത് ക്രിയാറ്റിൻ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പത്തേന് ഡോക്ടറിന് ഒരു പേടിയായി. അപ്പൊ എന്നോട് പറഞ്ഞു റീസ, ക്രിയാറ്റിൻ കൂടിയ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ പൊട്ടാഷ്യം കൂടിക്കൊണ്ടിരിക്കുവാണ്, അതുകൊണ്ട് ഇപ്പൊ വേണമെങ്കിൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേന് എനിക്കറിയത്തില്ല, ഡയാലിസിന്റെ പേര് കേട്ടപ്പോ എനിക്കൊന്ന് വിഷമമായി. ഞാൻ പറഞ്ഞു ഡോക്ടർ, ഞാൻ ഡയാലിസിസ് ചെയ്യത്തില്ല, എന്ത് വന്നാലും ഞാൻ ഡയാലിസിസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു റീസ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, ബിക്കോസ് ക്രിയാറ്റിൻ കുഴപ്പമില്ല, പൊട്ടാഷ്യം കൂടിയ നിനക്കറിയാം, നീ നേഴ്സാണ്, നിനക്കറിയാം പൊട്ടാഷ്യം കൂടിയ നിന്റെ പൊട്ടാഷ്യം കൂടിയ ഏത് നിമിഷം നിനക്ക് അറ്റാക്ക് വരും, അതുകൊണ്ട് നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല, ഡയാലിസിസ് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർ, ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞു ശരി, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഫിസ്റ്റുല, AV ഫിസ്റ്റുല എന്ന് പറഞ്ഞ ഒരു സാധനം കയ്യിൽ ഉണ്ടാക്കുന്നതാണ് ഡയാലിസിസ് ചെയ്യുമ്പോൾ, നമുക്ക് അത് ഉണ്ടാക്കി വെക്കാൻ, ഇൻ കേസ് ഒരു എമർജൻസി വന്നാൽ നമുക്ക് പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യാലോ, ഇതിനു വേണ്ടി പിന്നെ നിൽക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി എന്നാ ഇത് ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഡയാലിസിസ് ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇതിന് ഞങ്ങള് ഡോക്ടർ പറഞ്ഞു ശരി എന്നാ ഇതിന് അപ്രൂവലിന് വേണ്ടി ഒരു ഡോക്ടറിനെ റെഫർ ചെയ്തു. ഈ സർജറി ചെയ്യുന്ന ഡോക്ടറെ റെഫർ ചെയ്തു. ഡോക്ടർ അപ്രൂവലിനൊക്കെ വിട്ടു. അപ്രൂവലിന് വിട്ടപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒരു തടസ്സം വന്നു. ഇത് അവര് ഇൻഷുറൻസ് പറയുന്നു ഇത് ക്ലെയിം ആവത്തില്ല, നിങ്ങൾ എന്തോ ചെയ്യണം, നിങ്ങൾ ആദ്യം പേ ചെയ്യണം, അത് സർജറി കഴിഞ്ഞിട്ട് അത് ക്ലെയിം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോഴത്തേനോ അപ്പം ഞാൻ പറഞ്ഞു അപ്പൊ എത്ര രൂപ ഞങ്ങള് ഇതിനു വേണ്ടി മുടക്കണമെന്ന് പറഞ്ഞു 30,000 ദിർഹംസ്, പറയുന്ന ഒരു 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ നിങ്ങൾ ആദ്യം പേ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് തിരിച്ചു വാങ്ങിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവമേ, എനിക്ക് 30,000 ദിർഹം അല്ല, എനിക്ക് ഒരു ദിർഹം പോലും ഈ മെഡിക്കലിന്റെ ഈ കാര്യങ്ങൾക്ക് കൊടുക്കാൻ എന്റെ കയ്യിലില്ല, ഞാൻ കൊടുക്കത്തുമില്ല. ഞാൻ ഞാൻ കഷ്ടപ്പെട്ട്, എന്റെ ഈ രോഗം ഉണ്ടായിട്ടും ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പൈസയാണ്, ഞാൻ ഇത് ആശുപത്രിയിൽ ഞാൻ ചെലവാക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു മാസം ഇങ്ങനെ പോയി. എന്റെ മാനേജർ പിന്നെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്ത് പറ്റി, ഡോക്ടർ എന്നോട് പറഞ്ഞല്ലോ നിനക്ക് ഫിസ്റ്റുല ചെയ്യണമെന്ന്, എന്നിട്ട് എന്തോ ആയെന്നൊക്കെ എന്നോട് ചോദിച്ചു.
അപ്പത്തേനും ഞാൻ പറഞ്ഞു, സാർ എന്നോട് 30,000 ദിറംസ് കെട്ടാൻ പറയുന്നു, സാറിന് തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ ഉള്ള ഇത് ഉണ്ടോന്ന് കുറിച്ച്. അപ്പത്തേനും എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞു ശരി ശരി ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് ഞങ്ങളുടെ ഹെഡ് ബ്രാഞ്ചിലോട്ട്, കോർപ്പറേറ്റിലോട്ട് മെയിലൊക്കെ അയച്ചു. അയച്ചപ്പോഴത്തേന് എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ അപ്രൂവൽ വന്നു. എനിക്ക് പൈസ ഒന്നും അടയ്ക്കേണ്ടി വരാതെ തന്നെ സർജറി നടന്നു. അങ്ങനെ എന്റെ സർജറി എല്ലാം ഭംഗിയായി നടന്നു. എന്റെ സർജറി നടന്നതിന്റെ അപ്പൊ ഇപ്പം ഈ ഫിസ്റ്റുല ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം മാത്രം എടുക്കുന്ന, ലൈക്ക് ഇപ്പൊ ഞാൻ ഒരു ബൈബിൾ എടുക്കുവാണെങ്കിൽ ബൈബിൾ തന്നെ ഭാരമാണ് എന്ന് പറയുന്ന ഡോക്ടർ പറഞ്ഞ ഈ കൈ കൊണ്ട് നിനക്ക് ഒരു ഭാരം ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ കൈ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല, ഈ കൈകൾ നിനക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഐസിയുല് ജോലി ചെയ്യുന്നു, ഇത്രയും വലിയ വലിയ പേഷ്യൻസ് ഉണ്ട്, അവരെയൊക്കെ പൊക്കണോ നീക്കണോ, ഞാൻ എങ്ങനെ ചെയ്യും? അപ്പത്തേനും ഞാൻ ഒത്തിരി വിഷമിച്ചു, ദൈവം ഞാൻ ഇനി എന്ത് ചെയ്യും, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ബിക്കോസ് ഞാൻ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ ബ്ലോക്ക് ആയിപ്പോവും, ഇതിന് പിന്നെ നമുക്ക് ഒരു പ്രയോജനം ഇല്ലാതായിപ്പോവും. ഈ കൈ ഓൾറെഡി തളർന്ന പോലെ, മീൻസ് ഇതിനൊരു ബലവും ഇല്ല, അങ്ങനെയാണ് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെ ആയപ്പോഴത്തേനും ഞാൻ വിഷമിച്ചു, ഒത്തിരി വിഷമിച്ചു. കാരണം ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഓർത്തു. എന്തിനാ ഞാൻ ഇത് ചെയ്തതെന്ന് ഞാൻ വിചാരിച്ചു, പോകുന്ന എത്ര പോട്ടെ എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ. അപ്പത്തേനും എന്റെ മാനേജർ വിളിച്ച് എന്നെ പറഞ്ഞു, റീസ നീ വിഷമിക്കൊന്നും വേണ്ട, ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ എന്തോ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഒരു കാര്യം ചെയ്യും, നീ ബെഡ് സൈഡിൽ ജോലി ചെയ്യണ്ട, നീ പേഷ്യന്റിനെ നോക്കണ്ട, നീ അഡ്മിൻ വർക്ക് ചെയ്താൽ മതി. നീ കമ്പ്യൂട്ടറിലുള്ള വർക്ക്, ഇവിടുത്തെ സ്റ്റോക്കും പേഷ്യന്റ് അപ്രൂവൽസും, മീൻസ് കമ്പ്യൂട്ടറിലുള്ള വർക്ക് മാത്രം നീ ചെയ്താൽ മതി. നീ ബെഡ് സൈഡിലോട്ട് പോകണ്ട, നീ ഒരു പേഷ്യന്റിനെ തൊടാനോ ഇതിനൊന്നും പോകണ്ട, നീ ഇവിടെ ഇരുന്ന് ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പത്തേനും ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടാണ് DHA ലൈസൻസ് കൊണ്ട് വന്നത്, എന്റെ ലൈസൻസ് ക്യാൻസൽ ആയി പോത്തില്ലേ? ഇപ്പൊ HR ഇതറിഞ്ഞ അവരുടെ സാലറി വേറെ, എന്റെ സാലറി വേറെയാണ്. ഈ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നവരുടെ സാലറി വേറെ. അപ്പൊ പുള്ളിക്കാൻ പറഞ്ഞു, ഞാൻ നിന്നെ ക്ലർക്ക് ആക്കുവല്ല, ഞാൻ നിന്നോട് ജസ്റ്റ് നീ ക്ലർക്കിന്റെ പണി ചെയ്താൽ മതി എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ മേളിൽ പോയി നിന്റെ പൊസിഷൻ മാറ്റുവോ അല്ലെങ്കിൽ ഇതൊന്നും മാറ്റാൻ പോകുന്നില്ല. നീ നേഴ്സ് തന്നെയാണ്, നിന്റെ ലൈസൻസ് തന്നെ ഇതാണ്, നമ്മൾ അകത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്, അത് പുറത്തൊന്നും ആരും അറിയാൻ പോകുന്നില്ല, HR അവരൊന്നും ഇത് അറിയത്തില്ല, നീ ഇത് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒത്തിരി ദൈവത്തോട് നന്ദി പറഞ്ഞു, ദൈവമേ എങ്ങനെയാണ് ജാതികളെയാണ് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയേക്കുന്നത്. ഞാൻ ഒരിക്കലും അയാൾ ഒരു ലെബനീസ് മുസ്ലിം ആണ്, അവരെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി. എങ്ങനെ സംഭവിക്കണം എന്തോ ആവുന്ന വിഷമിച്ചിരുന്ന സമയത്താണ് പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്ന് എന്നോട് പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നീ ഇവിടെ ഇരുന്ന് ജോലി ചെയ്താൽ മതി. ആ സാലറിയില് ദൈവം അവിടെ എനിക്ക് ആ ജോലി ചെയ്യാനുള്ള കൃപ ദൈവം നൽകി. അങ്ങനെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേന് 2020 എന്റെ പപ്പ മരിച്ചുപോയി, ഫെബ്രുവരിയില്. അപ്പൊ എന്റെ പപ്പയുടെ ഇത് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഇവിടെ ദുബൈയിൽ വന്നപ്പോഴാണ് കോവിഡ് സ്റ്റാർട്ടായ, ലോക്ക്ഡൌൺ ആയ. അപ്പത്തേന് മാർച്ച് ആയപ്പോഴത്തേന് എന്റെ ഡോക്ടർ ലീവിലായിരുന്നു. അപ്പൊ ഞാൻ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേ എന്റെ പൊട്ടാഷ്യം ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പത്തേനും ഡോക്ടർ ഓടി വന്നിട്ട് പറഞ്ഞു, റിസൈൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഡയാലിസിസ് ചെയ്തേ പറ്റൂ, ECG പോയി എടുക്കാൻ പറഞ്ഞു. ECG പോയി എടുത്തപ്പോൾ അതിനകത്ത് വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, റിസൈൻ എനിക്കൊന്നും പറ്റത്തില്ല, എനിക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല, നീ ഡയാലിസിസ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. ഒത്തിരി വിഷമിച്ചു. ബിക്കോസ് ഞാൻ ഒട്ടും ആഗ്രഹിച്ചില്ല, ഞാൻ ഡയാലിസിസിലോട്ട് പോകുമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിച്ചില്ല. എനിക്കറിയത്തില്ല ഇനി എന്തോ സംഭവിക്കും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാം, ദൈവം എന്നെ ഡയാലിസിസിലോട്ട് കൊണ്ടുപോലെ എന്നൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ഹിതം എന്തുവായിരുന്നു എന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഡയാലിസിസ് തുടങ്ങി. അവർ ഡയാലിസിസിന് വേണ്ടി എന്റെ ഹസ്ബൻഡിനെ പെട്ടെന്ന് വിളിച്ചു, ഡയാലിസിസ് ചെയ്തു. നഴ്സുമാർ എന്റെ കയ്യിൽ കുത്തുമ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കരയുന്നതും ഞാൻ പറയുന്ന ഞാൻ വിഷമിക്കുന്നു. ബിക്കോസ് ഞാൻ ഡയാലിസിസ് ആരും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഡയാലിസിസ് എന്ന് പറയുമ്പോൾ. ബിക്കോസ് പിന്നെ നമ്മൾ അങ്ങ് ഡിപ്പെൻഡ് ആവും. ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതിൽ എപ്പോഴും നമ്മൾ പോകണം, 4 മണിക്കൂർ ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങള് എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല. കോവിഡ് സമയം
പീക്ക് കോവിഡ് സമയത്താണ് ഞാൻ പോയത്. അങ്ങനെ എനിക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് തുടങ്ങി. അപ്പോഴും ഞാൻ ഇനി ഞാൻ എങ്ങനെ ഡയാലിസിസ്, എനിക്ക് സാറ്റർഡേ സൺഡേ ആണ് ഓഫ്, ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യണം, എന്തോ ചെയ്യും. അപ്പം എന്റെ പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു, കുഴപ്പമില്ല, നീ 1 മണി വരെ ജോലി ചെയ്യുക, 1 മണി കഴിഞ്ഞിട്ട് നീ പോയി ഡയാലിസിസ് ചെയ്തിട്ട് നീ വീട്ടിൽ പോയിക്കോളാൻ പറയും. അതിനും ദൈവം ആ മനുഷ്യൻ ആ മനസ്സ് കൊടുത്തു. അങ്ങനെ ഞാൻ ഈ കോവിഡ് സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, ബസ് ഇല്ല, മെട്രോ ഇല്ല, ഭയങ്കര ലിമിറ്റഡ് ആണ്. എന്റെ ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് കറക്റ്റ് ജനുവരി 2020 1-ാം തീയതി എന്റെ ഹസ്ബൻഡ് ജോലി പോയി. കോവിഡ് കാരണം എന്റെ ഹസ്ബൻഡ് ജോലി പോയി. 3 വർഷത്തോടെ എന്റെ ഹസ്ബൻഡ് ജോലി ഇല്ലായിരുന്നു. ഞാൻ മാത്രമായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ജോലിക്ക് പോകാതിരിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല, ജോലിക്ക് പോകണം. ഇവിടെ പകുതി ഒരു ഹോസ്പിറ്റലിലും എല്ലാവരുടെ ജോലി പൊക്കോണ്ടിരിക്കുക, നഴ്സുമാരെ പിരിച്ചുവിടുന്നു. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഈ ദുബൈയിൽ വന്നു. പക്ഷെ എന്നാലും ദൈവം ഇതെല്ലാം പിടിച്ചു നിൽക്കാനുള്ള കൃപ ദൈവം എനിക്ക് നൽകി. എപ്പോഴും ഞാൻ ആ വയസ്സിൽ ജോലി ചെയ്യുമ്പോൾ, കോവിഡിന്റെ ഇടയ്ക്ക് ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഇൻഫെക്ഷൻ പിടിച്ചാൽ മതി, ബിക്കോസ് ഞാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ പിടിച്ചാൽ മതി, അവിടെ എന്റെ കാര്യം കഴിയും. എന്നാലും ആ 3 വർഷം എനിക്ക് കോവിഡ് പോലും വന്നിട്ടില്ല. ദൈവം അതുകൊണ്ട് എന്നെ രക്ഷിച്ചു. എത്ര ദൈവത്തെ സ്തുതിച്ചാലും എനിക്ക് മതിയാവില്ല. കോവിഡ് ഇല്ലാതെ ഞാൻ മാത്രം ജോലി ചെയ്തു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഡയാലിസിസ് ചെയ്തിട്ട് മെട്രോയുടെ വലിയ ആ ക്യൂല് 1 മണിക്കൂർ അവിടെ നിന്നിട്ട്, ഡയാലിസിസ് ചെയ്തിട്ട് നിന്നിട്ട് ഞാൻ മെട്രോ കയറി, ബസ് കയറി ഞാൻ വീട്ടിൽ വരുമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇപ്പോഴും എന്നോട് ആൾക്കാർ ചോദിക്കാതെ അതെങ്ങനെ ചെയ്തു എന്നൊക്കെ. എനിക്കറിയത്തില്ല എങ്ങനെ ചെയ്തു എന്ന്. എല്ലാ ദൈവം എനിക്ക് നൽകിയ കൃപയാണ്. ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാം, ദൈവമേ എന്നെ കിടത്തല്ലേ, എനിക്ക് ആ ജോലി ചെയ്യാനും ഇതെല്ലാം താങ്ങാനുള്ള ഒരു കൃപ ദൈവം നൽകണേ, ദൈവത്തിന്റെ സമയം വരുന്നവരെ. ബിക്കോസ് ഞാൻ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ദൈവം എനിക്ക് ആ കൃപ ദൈവം എനിക്ക് നൽകണേന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ എനിക്ക് അത്ഭുതമുണ്ട് ഞാൻ എങ്ങനെ ചെയ്തു. അങ്ങനെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്റെ ഹസ്ബൻഡിനാണെങ്കിൽ ജോലിയില്ല. ഫൈനാൻഷ്യലി ഞങ്ങൾ ഭയങ്കര പ്രയാസങ്ങൾ അനുഭവിച്ചു. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങളെ താങ്ങാനും ഞങ്ങളുടെ ഇവിടുത്തെ സഭയുണ്ടായിരുന്നു. അവരെനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഞങ്ങൾ ലൈഫ് പോയപ്പോഴാണ് 2022 ഫെബ്രുവരിയിൽ ഞാൻ ഒരു പ്രാവശ്യം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, പല പ്രാവശ്യം എന്റെ കൊളീഗ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് ഞങ്ങൾ ICUവിൽ നിൽക്കുമ്പം, ICUവിലാണ് ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ് വരുന്നത്. അപ്പൊ ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ് കുറെ വരാൻ തുടങ്ങിയപ്പോഴത്തേനും അവർ നിനക്ക് എന്താ കിട്ടാത്തേന്ന് എന്നോട് എപ്പോഴും ചോദിക്കും. അപ്പത്തേനും ഞാൻ പറഞ്ഞു എനിക്കുള്ള സമയമായിട്ടില്ല, അതുകൊണ്ടായിരിക്കും കിട്ടാത്തത്. പക്ഷെ ഉള്ളിൽ എനിക്ക് വിഷമമുണ്ട്. ബിക്കോസ് എന്താ എനിക്ക് കിട്ടാത്തേന്ന് പറഞ്ഞ് എനിക്ക് ഉള്ളിൽ വിഷമമുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും പുറത്ത് അവരോടൊന്നും കാണിച്ചിട്ടില്ല. അങ്ങനെ 2022 ഫെബ്രുവരി 2-ാം തീയതി, അങ്ങനെ 1-ാം തീയതി എന്റെ ഡോക്ടർ ഓടി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റീസ എനിക്ക് കിഡ്നി കിട്ടിയിട്ടുണ്ട്, നീ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പത്തേന് അവിടെ എന്റെ ഡോക്ടേഴ്സും, ഞാൻ ICUവിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സും കൊളീഗ്സും അവരെല്ലാരും ഹാപ്പിയായി. അവർ പറഞ്ഞു, അങ്ങനെ അവിടുത്തെ ഒരു കോർഡിനേറ്റർ ഉണ്ട്, ആ പുള്ളിക്കാരി വന്ന് എന്നോട് പറഞ്ഞു, റീസ നീ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണ്ട, ഇവിടെ തന്നെ രാത്രി തന്നെ അഡ്മിറ്റ് ആയിക്കോ, ബിക്കോസ് നാളെയാണ് നിന്നെ സർജറി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നിന്റെ ഹസ്ബൻഡിനെ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എന്റെ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് വന്നു, ഞാൻ അഡ്മിറ്റ് ആയി. പിറ്റേ ദിവസം എന്റെ സർജറി കഴിഞ്ഞു. 4-5 മണിക്കൂറത്തെ സർജറി ഉണ്ടായിരുന്നു. എന്നാലും ദൈവം സഹായിച്ച് എല്ലാം ഭംഗിയായി ദൈവം നടത്തി. ദൈവത്തിന്റെ സമയത്ത് ദൈവം നടത്തി. എല്ലാരും വിചാരിക്കും എങ്ങനെ നടന്നു. ദുബായ് വന്നിട്ട് ദൈവം എന്റെ സർജറി നടത്തി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, നാട്ടിൽ പോലും താങ്ങാൻ പറ്റാത്ത അടുത്ത ദൈവം എന്നെ ദുബായ് വന്ന് നടത്തി. അതും എന്റെ ഇൻഷുറൻസ് കൊണ്ടൊന്നുമല്ല, ഇവിടുത്തെ ഇൻഷുറൻസ് കൊണ്ടൊന്നുമല്ല, ഇവിടുത്തെ ദുബൈയുടെ ഒരു ചാരിറ്റിയാണ്, അവരുടെ ത്രൂ ആണ് എനിക്ക് കിഡ്നി കിട്ടിയത്. പക്ഷെ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആ കോർഡിനേറ്ററും ഇവരൊക്കെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഒരു 5 പൈസയുടെ ചെലവോ ഒന്നും വന്നിട്ടില്ല. എല്ലാം ഫ്രീ ആയിരുന്നു. ഞങ്ങളുടെ അവസ്ഥ അറിയുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നമ്മൾ ദുബൈയിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ
പല ആൾക്കാർക്കും ഇപ്പൊ നാട്ടിൽ നിൽക്കുന്ന ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്കും പോലും അറിയത്തില്ല ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. പക്ഷെ അറിയുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ഇതുവരെ ദൈവം ഞങ്ങളെ ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ, അങ്ങനെ കൈ നീട്ടാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അതിന് മുമ്പ് തന്നെ ദൈവം ഞങ്ങൾക്ക് അതിനുള്ള വഴി ഒരുക്കി ദൈവം നൽകിയിട്ടുണ്ട്. അങ്ങനെ എന്റെ സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം ഭംഗിയായി ദൈവം നടത്തി. 4-5 ദിവസം ഞാൻ ICUവിൽ തന്നെ ഉണ്ടായിരുന്നു. ബിക്കോസ് ട്രാൻസ്പ്ലാന്റ് അല്ലേ, ഇപ്പം ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് ഇതാണ്. 5 ദിവസം ഞാൻ ICUവിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും എന്നെ അവര് വാർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്തതിന്റെ പിറ്റേ ദിവസം എന്റെ കോർഡിനേറ്റർ വന്ന് എന്നോട് പറഞ്ഞു, റിസ ഇനി നാളെ നീ ഡിസ്ചാർജ് ആയി പോവും. പക്ഷെ ഇതിന്റെ പ്രോട്ടോകോൾ ഉണ്ട്, കുറച്ച് പ്രോട്ടോകോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നീ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും എങ്ങനെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വണ്ടിയൊന്നുമില്ല, ഞങ്ങൾക്ക് ടാക്സി പിടിച്ച് വരാവുന്നു. ടാക്സിക്ക് തന്നെ ഭയങ്കര പൈസയാവും, എന്നാലും വരാന്ന് പറഞ്ഞു, ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പത്തേന് പുള്ളിക്കാരി പറഞ്ഞു ഇല്ല, ടാക്സി ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് കോവിഡ് അല്ലേ, കോവിഡിന്റെ സമയമായതുകൊണ്ട് എനിക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് എനിക്ക് എപ്പോ വേണമെങ്കിലും ഇൻഫെക്ഷൻ പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോഴത്തേനും അവൾ പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പത്തേനും ഞാനും എന്റെ ഹസ്ബൻഡും അവിടെ ഇരുന്നു. ഇനി എന്തോ ചെയ്യും, ഞങ്ങക്ക് വണ്ടിയില്ല, ഞങ്ങക്ക് ഇപ്പം പെട്ടെന്ന് വണ്ടി എടുക്കാനുള്ള ഇതും ഇല്ല, ബിക്കോസ് വണ്ടി പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പത്തേനും ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഞങ്ങളുടെ സഭയിലുള്ള ഒരു അച്ചായൻ ഞങ്ങളെ ഫോണിൽ വിളിച്ചു. എങ്ങനെ എല്ലാരും വിളിച്ചോണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അവര് ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേന് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, അച്ചായൻ ഒരു റെന്റാക്കാർ എവിടെയെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ, റെന്റിൽ ഞങ്ങൾ എടുക്കാം, ബിക്കോസ് ഇങ്ങനെയൊക്കെ റീസൈഡ് കാര്യങ്ങൾ പറഞ്ഞേക്കുവാണ്, അപ്പം ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുവാണ്. അപ്പത്തേനും അച്ചായൻ പറഞ്ഞു, അതിനെന്താ മോനെ വിഷമിക്കൊന്നും വേണ്ട, പുള്ളിക്കാരന് ഒരു ഇതുണ്ട്, കമ്പനിയുണ്ട്, എന്റെ കമ്പനിയുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ നാട്ടിൽ പോവാണ് ഒരു 15 ദിവസത്തേക്കിന്, മോൻ ആ സമയത്ത് ആ വണ്ടി നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ആയപ്പോഴത്തേനും ആ പുള്ളിക്കാരന് ആ 15 ദിവസത്തേക്കിന് ഞങ്ങൾക്ക് ആ വണ്ടി തന്നു. അങ്ങനെ ആ വണ്ടി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും പോയി വരാന് ദൈവം സഹായിച്ചു. ഞാൻ ഓർക്കുവന്നു ആ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ, അപ്പത്തേന് ദൈവം ഒരു വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു. അങ്ങനെ ആയപ്പോഴത്തേനും പിന്നെ ആ ഡ്രൈവറുടെ ആണെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുമെന്ന് ഓർക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു കോവിഡിന്റെ സമയത്തുള്ള ഒരു ഇതുണ്ടല്ലോ, അവിടെയാണ് ദൈവം ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ നത്തിങ് ടു വറി, ഒന്നും മുമ്പത്തിലുള്ള വിചാരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈവൻ പൈസയുടെ കാര്യത്തിലായാലും ഒന്നിനും വിചാരിക്കേണ്ട ആവശ്യമില്ല. ദൈവം അത് ആ സമയത്ത് തരത്തുള്ളൂ കേട്ടോ, മുമ്പൊന്നും തരത്തില്ല. ആ സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ആ സമയത്ത് ദൈവം തരത്തുള്ളൂ, അല്ലാതെ മുമ്പേ ഒത്തിരി തന്നിട്ട് അങ്ങനെ ഒന്നുമില്ല. അപ്പോഴേ ഞങ്ങളുടെ വിശ്വാസം ദൈവം കൂട്ടി. അങ്ങനെ ആ വണ്ടി ഞങ്ങൾക്ക് ഒരു മാസത്തോട് ദൈവം തന്നു. ബിക്കോസ് ആ ഡ്രൈവറുടെ ചെറിയ ആക്സിഡന്റ് പറ്റിയോണ്ട് ആ ലീവ് എക്സ്റ്റെൻഡ് ആയി. അങ്ങനെ ഒരു മാസത്തോട് ആ വണ്ടി ഞങ്ങൾക്ക് നൽകി. അപ്പത്തേനും ഞങ്ങളുടെ വണ്ടിയൊക്കെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഞങ്ങൾ ലോണൊക്കെ എടുത്ത് പെട്ടെന്ന് വാങ്ങിച്ചു. അങ്ങനെ എല്ലാം കാര്യങ്ങൾ ദൈവം ഭംഗിയായി നടത്തി. പിന്നെ ഞാൻ ജോലിക്ക് പിന്നെ ഒരു 3 മാസത്തോട് എനിക്ക് അകത്ത് തന്നെ നിൽക്കണം, എനിക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല, ബിക്കോസ് ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞാണ്. എന്നാലും ഞാൻ ഓർക്കാണ് ദൈവം എന്റെ ഞാൻ മുമ്പ് സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഈ ധൈര്യവും ഞാൻ പല പ്രാവശ്യം ഓർക്കും, എനിക്ക് എങ്ങനെ ഇത്ര ധൈര്യവും പേഷ്യൻസും എങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം ഓർക്കും. പക്ഷെ ഞാൻ ഓർക്കും എന്റെ മമ്മി അങ്ങനെയായിരുന്നു, ഷി വാസ് ഓൾസോ എ വാരിയർ. എന്റെ മമ്മി എന്റെ മമ്മിയുടെ ചെറുപ്പത്തിൽ മീൻസ് ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പം ഉണ്ടല്ലോ, അവരുടെ ലൈഫിൽ ആ സമയത്ത് മമ്മി സ്ട്രഗിൾ മാത്രമേ ഉള്ളായിരുന്നു. എങ്ങനെയെങ്കിലും 2 പെൺപിള്ളേരെ പഠിപ്പിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ധൈര്യമായിരുന്നു. ഇപ്പോഴും ഞാൻ എന്റെ മമ്മിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. ആ ധൈര്യം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മമ്മി ഇത്ര പിടിച്ചു നിന്നതും ഞങ്ങളെ പഠിപ്പിച്ചതൊക്കെ. ആ ധൈര്യമായിരിക്കും ദൈവം എനിക്ക് തന്നതും, ആ കൃപയായിരിക്കും തന്നതും. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി പേര് ഞാൻ ഇപ്പോഴൊക്കെ ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെ ദൈവം ഒരു അനുഗ്രഹപ്പെട്ട സഭ എനിക്ക് നൽകിയിട്ടുണ്ട്. അതിന് ഞാൻ എപ്പോഴും ദൈവത്തിന് താങ്ക്ഫുൾ ആണ്. ഇവിടെ ഇപ്പൊ ഞാൻ ഇവിടെ ചർച്ച് ഓഫ് ഗോഡിലാണ് പോകുന്നത്. അവിടെ എനിക്ക് വേണ്ടി എനിക്ക് എന്നെ ഞങ്ങളെ ഒരു കുടുംബം പോലെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ട്.
എല്ലാവരും ഉണ്ട്. അവരെല്ലാം ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നതാണ്. ഇതിപ്പം ഈ ഫെബ്രുവരിയിൽ എനിക്ക് 3 വർഷമായി ഒരു കുഴപ്പമില്ലാതെ ദൈവം എന്നെ നടത്തുന്നു. എനിക്ക് ഇപ്പം ഞാൻ സർജറി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാം. പക്ഷെ എനിക്കിപ്പം ഏജ് ആയതുകൊണ്ട് കുറെ ഓൾറെഡി എന്റെ ബോഡി ഡയാലിസിസും ഇതും എല്ലാം താങ്ങിയില്ലേ, അതുകൊണ്ട് ഒത്തിരി ചേഞ്ചസ് ഒക്കെ ആയി. പക്ഷെ ഇതിനും ദൈവം ഒരു വിടുതൽ നൽകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. സ്പെഷ്യലി അതിന്റെ നമ്മളെ മെഡിസിൻസ് ഒക്കെ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. ബിക്കോസ് ഭയങ്കര കോസ്റ്റ്ലി ഉള്ള മെഡിസിൻ ആണ്. 1 വർഷത്തോട് നമ്മൾ ഈ ചാരിറ്റിയുടെ പ്രോഗ്രാമിൽ 1 വർഷത്തോട് അവർ നമുക്ക് മെഡിസിൻ ഫ്രീ ആയിട്ട് തരും. പിന്നെ നമ്മൾ തന്നെ വാങ്ങിക്കണം. എന്റെ ഇൻഷുറൻസിൽ വാങ്ങിക്കാം, പക്ഷെ അതിന് 30% പേയ്മെന്റ് കൊടുക്കണം. അങ്ങനെ അവിടെയും ദൈവം എനിക്ക് അത്ഭുതം ചെയ്തു തന്നു. അവിടെയും ആദ്യം അവർ 1 വർഷമായിരുന്നു, അത് അവർ 2 വർഷത്തോടെ 1 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ 2 വർഷം കിട്ടി. 2 വർഷമായപ്പോഴത്തേന് ഒരുമാതിരി എന്റെ ഹസ്ബൻഡിന് ജോലിയായി, ഞങ്ങൾക്ക് ജോലിയായി. ഇപ്പൊ 30% കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ എന്തായാലും ദൈവം അവിടെ അനുവദിച്ചില്ല. അവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഈ ട്രാൻസ്പ്ലാന്റ് മെഡിസിൻസ് ഞങ്ങളുടെ ഹോസ്പിറ്റലുകാർ തന്നെ അത് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ആക്കി തന്നു. ദൈവം പറഞ്ഞു, ഇത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് ഞാൻ ചെയ്യുമെന്ന്. മീൻസ് ദൈവത്തിന് ഒന്നും മാനുഷികമായി ഒന്നും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പോഴാണെങ്കിൽ നമുക്ക് 30% ആണെങ്കിൽ ഞാൻ വാങ്ങിക്കും, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ദൈവം അതും അനുവദിച്ചില്ല. ദൈവം അതും എനിക്ക് ഫ്രീ ആയിട്ട് ദൈവം നൽകി. അപ്പോൾ ഞങ്ങള് എന്റെ ലൈഫ് ഇപ്പോൾ ഞാൻ അവിടെ സെയിം ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. എന്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നു. ആദ്യം ഞങ്ങളുടെ നെക്സ്റ്റ് എന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞ ഒരു തലമുറയാണ്. എന്നെ കാണുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത ഒരു സാക്ഷ്യം, അത്ഭുത സാക്ഷ്യമായിട്ട്. ബിക്കോസ് ഇപ്പം കിഡ്നിയുടെ ഇങ്ങനെ കുറെ ഡോക്ടറുകൾ റിഫ്യൂസ് ചെയ്തു, ഒന്നും ഹോപ്പില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാന്നൊക്കെ എല്ലാം പറഞ്ഞപ്പം ദൈവം എനിക്ക് വഴി ഒരുക്കിയത്, ദൈവം എനിക്ക് നൽകിയ വിടുതൽ, അതാണ് ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോകുമ്പോൾ അവർ പറയുന്ന ഏജായി, ഇത് ശരിയാവുന്നില്ല, അത് ശരിയാവുന്നില്ല, ഓവുലേഷൻ ആവുന്നില്ല, ഇങ്ങനെ കുറെ തടസ്സങ്ങൾ അവർ പറയുന്നുണ്ട്. എന്നാലും എനിക്ക് വിശ്വാസമുണ്ട്, ഓവുലേഷൻ ആയില്ലെങ്കിലും ഏജ് ആയില്ലെങ്കിലും സാറയ്ക്ക് ദൈവം എങ്ങനെ നൽകി അതുപോലെ എനിക്കും ദൈവം നൽകും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പൊ എന്റെ ഏജ് 39 ആയാലും 40 ആയാലും 99 ആയാലും സാറയുടെ ഏജ് ആയാലും ദൈവം എനിക്ക് നൽകും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് വേണ്ടി ഇനിയും ദൈവം ഞങ്ങളെ ഉപയോഗിക്കട്ടെ. ഞങ്ങൾക്ക് അതിനുള്ള കഴിവോ ഒന്നും എനിക്ക് അത്രയ്ക്ക് ഇല്ല. എന്നാലും ദൈവം എങ്ങനെ ആഗ്രഹിക്കുന്നു, ബൈ ഹിസ് വേർഡ്സ് അല്ല, ഏത് രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്നു അതുപോലെ ദൈവം ഞങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ഹസ്ബൻഡിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്രത്തോളം ഞങ്ങൾക്ക് സമയം നൽകിയ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. എന്റെ അനിയത്തിയും കുടുംബവും ഇവിടെ ഉണ്ട്, എന്റെ അമ്മയും ഇവിടെ ഉണ്ട്. അനിയത്തിക്ക് 2 പിള്ളേരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇത്രയും സാക്ഷ്യം ഞാൻ നിർത്തിക്കൊള്ളുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. റീസ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവിനാൽ സകലതും കഴിയും. കർത്താവ് നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ എത്ര വലുതാണെന്ന് സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുവാനിടയായി തീർന്ന മനുഷ്യന് രക്ഷപ്പെടത്തില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് കർത്താവിനെല്ലാം ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. മാനുഷികമാകുന്ന ചില സഹായങ്ങളൊക്കെ ലഭിച്ചുവെങ്കിലും അതിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമുക്ക് വെളിപ്പെടുവാനിടയായി തീർന്നത്. ഇനിയും റീസയുടെ ആഗ്രഹം പോലെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തലമുറയും കൂടെ കർത്താവ് നൽകിത്തരും. റീസ പറഞ്ഞതുപോലെ 99 വയസ്സായ അബ്രഹാമിനും 90 വയസ്സായ സാറയ്ക്കും മക്കളെ കൊടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ഹല്ലേലൂയ. 100ഉം 90ഉം വയസ്സ് വീതമുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ പ്രിയ ആസസിൻ്റെ ജീവിതത്തിലും കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കും. കർത്താവ് സഹായിക്കട്ടെ. റീസ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം.
ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം 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 കർത്താവേ. സുസ്മയ പിതാവേ, അപ്പാ ഒരു പ്രാവശ്യം കൂടി കർത്താവേ, അപ്പച്ചന്റെ കരങ്ങളോട് ഞങ്ങൾ അടിയനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവേ, എല്ലാവരെയും അപ്പന്റെ കരങ്ങളോട്ട് സമർപ്പിക്കുകയാണ് ഇത്രത്തോളം സമയം കർത്താവേ. ഹല്ലേലൂയ. എന്റെ അനുഭവ സാക്ഷി കർത്താവേ, മറ്റോട് കർത്താവെ പങ്കുചേരുവാൻ ദൈവടിയനെ നൽകിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു കർത്താവെ. അടിയണം കഴിവും എടുക്കൊന്നും അല്ല കർത്താവെ, ദൈവത്തിന്റെ കൃപ മാത്രമാണ് കർത്താവെ, അപ്പന്റെ ദയ മാത്രമാണ് കർത്താവെ അടിയൻ ഇവിടെ ഇരിക്കുന്നത് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ഈ ശ്വാസം കർത്താവെ എന്റെ ദൈവം നൽകിയ ദാനമാണ്, ഈ ആരോഗ്യം എന്റെ ദൈവം നൽകിയ ദാനമാണ് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, എന്റെ അനുഭവ സാക്ഷ്യം ഇനിയും കർത്താവെ മറ്റൊക്കെ അനേക ജനങ്ങളോട് കർത്താവെ പറയാനുള്ള കൃപ അടിയന് നൽകണേ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന കർത്താവെ, എല്ലാരെയും കർത്താവെ ദൈവം ബലപ്പെടുത്തണേ കർത്താവെ. എന്റെ സാക്ഷ്യം കൊണ്ട് കർത്താവെ, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ കർത്താവെ, ഹല്ലേലൂയ, ഒരാളെങ്കിലും കർത്താവെ, ഹല്ലേലൂയ, മാനസാന്തരപ്പെട്ട കർത്താവെ, അത് നമുക്ക് ഭാഗ്യമാണ് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ബലപ്പെടുത്തണേ. ഹല്ലേലൂയ. ജോയിസ് ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ചാനലിൽ കർത്താവെ അനേകർക്ക് കർത്താവെ സാക്ഷ്യം അനേക ജനത്തിൽ കർത്താവെ എത്തിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടല്ലോ കർത്താവെ. ദൈവമേ, അവരെ അനുഗ്രഹിക്കണമേ. എന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവം ബലപ്പെടുത്തുന്ന പിതാവേ. ഇത്രത്തോളം കർത്താവെ സമയം കർത്താവെ, ദൈവമേ, ഹല്ലേലൂയ കർത്താവെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കർത്താവെ സാക്ഷ്യം പറയാൻ കർത്താവെ ദൈവം നൽകിയ കർത്താവെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു പിതാവെ. ദൈവമേ, ഹല്ലേലൂയ, ഇനിയും കർത്താവെ അനേകർ കർത്താവെ ഈ ചാനൽ ത്രൂ കർത്താവെ, കർത്താവെ അവരുടെ അനുഭവ സാക്ഷ്യം പറയാനുള്ള കൃപ ദൈവം ഒരുക്കണേ കർത്താവെ.